ജോയ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, എല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നല്ലോ. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ചാനലിലൂടെ കടന്നു വരുന്ന ഓരോ സാക്ഷ്യങ്ങളും നിങ്ങൾക്കൊക്കെ വളരെയധികം ആത്മീയ അഭിവൃദ്ധിക്ക് കാരണമാകുന്നുവെന്ന് ഞങ്ങൾ കർത്താവിൽ മനസ്സിലാക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസിയാണ് കടന്നു വന്നിരിക്കുന്നത് വയനാട്ടിൽ നിന്ന്. ആ പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസിയെ ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ വളരെയധികം സ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം ചെയ്യുന്നു. ആമേൻ, പ്രൈസ് ലോർഡ്. എന്തൊക്കെയുണ്ട് ദേവദാസി വിശേഷം? സുഖായിരിക്കുന്നു. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. പേര് ജാനു എന്ന് പറഞ്ഞു. അപ്പം ഈ ആദിവാസികൾ, എനിക്ക് തോന്നുന്നു അവിടെ ഒരു ജാനു എന്ന് പറഞ്ഞൊരു സഹോദരി ഉണ്ടെന്ന് തോന്നുന്നു, രാഷ്ട്രീയത്തിലൊക്കെ ഇല്ലേ? ഓക്കെ. എന്നാൽ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ആ പേരിൽ തന്നെ ഒരു സഹോദരിയെ കർത്താവ് അവിടുന്ന് വിളിച്ച് വേർതിരിച്ചല്ലോ. ദൈവത്തിൻ്റെ ആ സ്നേഹത്തിന് പദ്ധതിക്കുമായി ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. പ്രിയപ്പെട്ട സഹോദരി, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഹസ്ബൻഡ് മാത്രം. ഓക്കെ. ജനിച്ച് വളർന്നതെല്ലാം വയനാട്ടിൽ തന്നെയാണല്ലോ അല്ലേ? അതെ. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരിയധികം സന്തോഷമുണ്ട്. ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഒക്കെ പ്രേക്ഷകർക്ക് അനുഗ്രഹമായി തീരട്ടെ. കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വമായി തീരട്ടെ. സാക്ഷ്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവത്തിൻ്റെ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ, വാഴ്ത്തുന്നപ്പാ. ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ നന്ദി കർത്താവേ. പ്രിയപ്പെട്ട സഹോദരിക്കായി പ്രാർത്ഥിക്കുന്നു, കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ സംസാരിപ്പാനുള്ള കൃപ കർത്താവ് കൊടുത്താട്ട് കേൾവിക്കാരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായി തീരട്ടെ. അങ്ങയുടെ നാമം ഈ സാക്ഷ്യത്തിലൂടെ ഉയർത്തപ്പെടുവാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചാട്ട് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സിസ്റ്റം എല്ലാം അങ്ങയുടെ കരങ്ങളിൽ തരുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഓക്കെ ദേവദാസി, ഇനിയുള്ള സമയം ഞാൻ കർത്താവിൻ്റെ ദാസിക്ക് നൽകി തരികയാണ്. ജീവിതത്തിൻ്റെ അനുഭവത്തെ ഷെയർ ചെയ്യാവുന്നതാണ്. താങ്ക് യു. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനൊരു സാക്ഷ്യം നിങ്ങളുടെ മുൻപിൽ പങ്കുവെക്കുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം എനിക്കൊരു അവസരങ്ങൾ തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകമായി ജോയ്സ് വി ആയിരിക്കുന്ന പ്രിയ ദാസൻ, അവർക്ക് പ്രത്യേകമായുള്ള നന്ദി സ്നേഹം അറിയിച്ച് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ ഒരു പാട്ടിൻ്റെ ഈരടി പാടി ഞാൻ ആരംഭിക്കാം. പാർത്തലം തന്നിലെ ജീവിതമോ വെറും പാഴ്മേരു യാത്രയത്രേ. പാർത്തലം തന്നിലെ ജീവിതമോ വെറും പാഴ്മേരു യാത്രയത്രേ. കഷ്ടതയും സങ്കടവും മാത്രമാ നിന്ദനം. കഷ്ടതയും സങ്കടവും മാത്രമാ നിന്ദനം. പരദേശിയായി ഞാൻ പാർക്കും നേഹേനാഥ, എപ്പോഴൻ വീട്ടിൽ ചേരും. ആമയം മാറി ആനന്ദമേറും നാളെന്നു വന്നിടും. ആമയം മാറി ആനന്ദമേറും നാളെന്നു വന്നിടും. പ്രൈസലോ. എന്നെ ഞാൻ ആദ്യമായിട്ട് നിങ്ങളുടെ മുൻപാകെ പരിചയപ്പെടുത്താം. ഞാൻ വയനാട് മാനന്തവാടി ദ്വാരക എന്ന സ്ഥലത്താണ് ഞാൻ എൻ്റെ ഭവനം. ഞാൻ അവിടെ നിന്നാണ് ഹല്ലേലൂയ ജോയിൻ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കൂടെ ഇരുന്ന് എൻ്റെ സാക്ഷ്യങ്ങൾ പങ്കുവെക്കുവാൻ ഒത്തിരി ഹല്ലേലൂയ വളരെ സ്നേഹത്തോടെ വളരെ സന്തോഷത്തോടെ എൻ്റെ വലിയവനായ ദൈവം എനിക്ക് അവസരങ്ങൾ ഒരുക്കി തന്നതിന് ഞാൻ ആദ്യമായിട്ട് ദൈവത്തോട് നന്ദി പറയുന്നു. എൻ്റെ പേര് ജാനു പാലൻ എന്നാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് പാലൻ, എൻ്റെ പേര് ജാനു. ആൻറ്റി ഓർപ്പിച്ചതുപോലെ അല്ലെങ്കിൽ സൂത്ര ആൻറ്റി എന്നെ വിളിക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഓർപ്പിച്ചായിരുന്നു. വയനാട്ടിലൊരു ജാനു ഉണ്ടല്ലോ, ആ ജാനു ആണോ എന്നിങ്ങനെ ചോദിക്കുവാനായിട്ടിടയായി തീർന്നു. ഈ ആൻറ്റി ഇന്ന് ഈ പ്രഭാതത്തിൽ ഇങ്ങനെ എന്നോട് സംസാരിച്ചു. അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ജാനുവിനെ തന്നെയാണ് കർത്താവിന് വേണ്ടി കർത്താവ് തിരഞ്ഞെടുത്തതെന്ന്
പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ടായി. ലേലിയ സ്വത്രം. ആ ജാനു രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന, ഞങ്ങൾ ഇവിടുന്ന് ഒരു അല്പം അല്ലല്ലോ ഒരു 5-8 കിലോമീറ്റർ ഞങ്ങൾക്ക് യാത്ര ചെയ്ത് പോയാൽ മതി ആ സഹോദരിയുടെ ഭവനത്തിലേക്ക്. ആ സഹോദരി CK ജാനുവാണ്. ഇത് കർത്താവിൽ വീണ്ടെടുക്കപ്പെട്ട ജാനു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഞാനൊരു ആദിവാസി മേഖലയിൽ നിന്ന്, ആദിവാസി സമുദായത്തിൽ നിന്നാണ് എന്നെ കർത്താവ് തിരഞ്ഞെടുത്തത്. പണ്ടുള്ള കാലഘട്ടങ്ങളില് എൻ്റെ അപ്പനും അമ്മയും ഒരു ആദിവാസിയുടെ ഹല്ലേലൂയ. കാരണം ആദിവാസികൾ എന്ന് പറഞ്ഞാല് ഒത്തിരി താണപ്പെട്ട ചില മേഖലകളുണ്ട്, ചില ആൾക്കാരുണ്ട്. അവരുടെ ഇടയിൽ ജനിച്ചു വളർന്നതാണ് ഞാൻ. അവർക്ക് ജീവിതം എന്തെന്നറിയത്തില്ല, അല്ലെങ്കിൽ സ്വത്രം എങ്ങനെ ജീവിക്കണം എന്നറിയത്തില്ല. അല്ല, അന്നന്ന് ഓരോ നേരം ലഭിക്കുന്നതായ ആഹാരം കഴിച്ച് അവര് ജീവിച്ച് ഞങ്ങളെല്ലാം വളർത്തി. അല്ലെ സ്വത്ര. ഞാൻ എൻ്റെ അപ്പനും അമ്മയ്ക്കും ഞങ്ങൾ 5 മക്കളാണ്. 5-ാമില് ഒരാളാണ് ഞാന്, ഏറ്റവും ഇളയത്. അപ്പോ ഏറ്റവും ഇളയതായ കുഞ്ഞായത് കൊണ്ട് കുറച്ച് കുരുത്തക്കേടൊക്കെ എൻ്റെ ജീവനകത്തുണ്ടായിരുന്നു. ആരും പറഞ്ഞാൽ അനുസരിക്കത്തില്ല, മാതാപിതാക്കൾ അനുസരിക്കത്തില്ല, അങ്ങനെ കളിച്ച് വളർന്ന ഞാനായിരുന്നു. എൻ്റെ അല്ലെങ്കിൽ അപ്പനാണെങ്കിൽ എപ്പോഴും ഒരു രോഗിയായിരുന്നു. ഓരോ സമയങ്ങൾ അങ്ങനെ രോഗത്താൽ അല്ലെങ്കിൽ അദ്ദേഹം ഭാരപ്പെട്ടത് കൊണ്ട് ഞങ്ങളെ പഠിപ്പിക്കുവാനോ ഞങ്ങളെ സ്കൂളിൽ വിടുവാനൊന്നും അവർക്ക് അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് അവർക്ക് അറിവില്ല, കഴിവില്ല. കാരണം പണ്ട് നമ്മൾ ഈ ദൈവജനത്തിനകത്ത് ഫറവോന്റെ അടിമയിൽ ഇസ്രായേൽ ജനം നഷ്ടപ്പെട്ടതുപോലെ, അടിമയായിരുന്നതുപോലെ ആദിവാസി മേഖലക്കകത്ത് അടിമപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടം എത്ര വർഷം മുമ്പ് എന്ന് എനിക്ക് അറിയത്തില്ല, എൻ്റെ അറിവിൽ എനിക്കറിയത്തില്ല. എന്നാല് അല്ലെങ്കിൽ സ്വത്ര അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിന്റെ നടുവിൽ നിന്നാണ് ഞാൻ അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നത്. സ്വത്രം. ഞാൻ പറയട്ടെ, എൻ്റെ അപ്പനും അമ്മയും ഒരുപാട് വേദനപ്പെട്ടിട്ടുണ്ട്. അന്ന് അടിമ എന്ന് പറഞ്ഞാൽ തമ്പ്രാക്കന്മാരുടെ ഒരു അലലിയ കാലഘട്ടമായിരുന്നു. ജന്മിമാരായിരുന്നു അവര്. ഒരു ജന്മിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ സ്ഥലത്ത് ഒത്തിരി ആൾക്കാരെ കൊണ്ടുപോയി അവിടെ താമസിപ്പിക്കും. അങ്ങനെ ഓരോ ഷെഡൊക്കെ വെച്ച് കൊടുത്ത് അതിനകത്ത് താമസിപ്പിച്ച് ഇസ്രായേൽ ജനത്തെ അടിമപ്പണി ചെയ്യിച്ചതുപോലെ അവരുടെ കൂലി വേലയ്ക്ക് വേണ്ടി അവരെ അടിമപ്പണി ചെയ്യിച്ച് അവരുടെ മക്കളെ സ്കൂളിലേക്ക് വിടത്തില്ല. അവരുടേതായ അല്ലെങ്കിൽ ജീവിതം എന്തെന്ന് പോലും അല്ലെങ്കിൽ അവർക്ക് അവരങ്ങനെ തന്നെ ജീവിക്കട്ടെ, അവരങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നുള്ളൊരു ചിന്തയായിരുന്നു അന്നത്തെ കാലത്ത്. അല്ലെങ്കിൽ അന്ന് അല്ലെങ്കിൽ സ്വത്ര എൻ്റെ അപ്പനും അമ്മയൊക്കെ ഇങ്ങനെ ജോലി ചെയ്ത് അല്ലെങ്കിൽ വീട്ടിൽ വരുമ്പോൾ അവർക്ക് ലഭിക്കുന്നത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാലും അരിയല്ല, നെല്ലാണ്. അത് പച്ച നെല്ല്, ഒരു സേറ് നെല്ല്. ഒരു പുരുഷന് കൂലി കൊടുക്കുന്നത് ഒരു സേറ് നെല്ല്. ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ കൂലി കൊടുക്കുന്ന അരസേർ നെല്ല്. അങ്ങനെ ആ പച്ച നെല്ല് കൊണ്ടുവന്ന് എൻ്റെ അപ്പനും അമ്മയും അതിനെ ഒരു കുഴിക്കകത്ത് ഒരു ഉരലിനകത്ത് ഇട്ട്, അന്ന് ഉരലൊന്നുമില്ല, ഈ നിലത്തിനകത്ത് തന്നെ കുഴിയെടുത്ത് അതിനകത്ത് നെല്ലിട്ട് കുത്താൻ തുടങ്ങും. കുത്തി അങ്ങനെ അതിൻ്റെ ഉമ്മിയൊക്കെ പോക്കി കഴിഞ്ഞിട്ടാണ് അവര് ഞങ്ങൾക്ക് ആഹാരം വെച്ച് തരുന്നത്. അവർ വെച്ച് തരുന്നവരെ ഞങ്ങൾ അങ്ങനെ പട്ടിണി കിടക്കും. അങ്ങനെ ഒരു കാലം ഞങ്ങളുടെ ജീവനകത്തുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾക്ക് ആ കാലത്തിൽ നിന്ന് ഒരു മാറ്റം വരുവാനായിട്ട് ഇടയായി തീർന്നു. ആ സമയങ്ങളിലാണ് അവർക്ക് നമ്മുടെ അപ്പനും അമ്മയ്ക്കും ഞങ്ങളെ മക്കളെ പഠിപ്പിക്കണം, ഞങ്ങളെ മക്കളെ പഠിപ്പിച്ചിട്ടില്ലല്ലോ എന്നുള്ള ഒരു വേദന അവരുടെ ജീവനകത്ത് വരുവാനായിട്ട് ഇടയായി തീർന്നത്. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് ഹല്ലേലൂയ എൻ്റെ അറിവില് ഞാൻ അത്രമാത്രം അനുഭവിച്ച് ഞാൻ അവരുടെ കഷ്ടപ്പാടുകളോ പ്രയാസങ്ങളൊക്കെ കണ്ടു വളർന്ന ഒരു സഹോദരിയായിരുന്നു ഞാൻ. എൻ്റെ വീട്ടില് എന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. എൻ്റെ 2 ആങ്ങളമാര്, 2 ചേച്ചിമാര്. സ്വത്ര ഒരാങ്ങള നിലവിലില്ല, അദ്ദേഹം ലോകത്തുനിന്ന് മാറ്റപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ഒരാങ്ങളയുണ്ട്, 2 ചേച്ചിമാരുണ്ട്. അവരൊക്കെ അവരുടെ കുടുംബത്തിലായിരിക്കുന്നു. എന്നാല് ദൈവം എനിക്ക് സ്വത്ര ഇങ്ങനൊരു വഴികളെ ദൈവം എനിക്ക് ഒരുക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ സ്കൂളിലൊന്നും പോകത്തില്ലായിരുന്നു. അങ്ങനെ 3-ാം ക്ലാസ് വരെ ഞാൻ പഠിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പഠിക്കുവാനൊക്കെ ഭയങ്കര മിടുക്കിയായിരുന്നു ഞാൻ. ക്ലാസ്സിൽ ഏറ്റവും ഫസ്റ്റ് ആയിരുന്നു ഞാൻ. എന്നാലും 3-ാം ക്ലാസ് വരെ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ
എന്റെ അപ്പനും അമ്മയും പറഞ്ഞു, ഇനി നീ പഠിക്കാൻ പോകണ്ട, നീ ഞങ്ങളെ പോലെ ജോലി ചെയ്താൽ മതി. അങ്ങനെ വീട്ടു ജോലിക്ക് ഞാൻ കടന്നു പോകും. അങ്ങനെ എന്നെ കൊണ്ട് കഴിയുന്നത് അറിയുന്നത് പോലെയുള്ള ജോലികളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ കിട്ടുന്ന അല്ലെങ്കിൽ സാമ്പത്തികം അവർക്ക് കൊണ്ടുകൊടുത്ത് അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എൻ്റെ നേരെ അല്ലെങ്കിൽ ഒരാങ്ങളയുണ്ട്. ആ ആങ്ങളെയും ഞാനും ഒരുമിച്ച് പഠിച്ചു. എൻ്റെ ആങ്ങള 5ാം ക്ലാസ് വരെ പഠിച്ചു, ഞാൻ 3ാം ക്ലാസ് വരെ പഠിച്ചു. ഇപ്പം ഈ ഞങ്ങളുടെ സമുദായത്തിൽ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ അങ്ങനെ വളർന്നു വന്നാൽ അവരങ്ങനെ പുറത്തേക്കൊന്നും വിടത്തില്ല. പുറം ലോകം കാണാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. ഇന്നൊക്കെയാണ് പുറം ലോകത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ഒരു വെട്ടവും വെളിച്ചവും ഇല്ലാത്ത ഒരവസ്ഥയാണ്. അങ്ങനെ അവർക്ക് ഒരു നാണക്കേട് പോലെയാണ് ഞങ്ങളെയൊക്കെ പുറത്തിറക്കാനായിട്ട്. അതുപോലെ മനുഷ്യൻ ആരാ എന്ന് ഞങ്ങൾക്കൊരു ബന്ധമില്ല, അവരുമായിട്ടൊരു ഇടപെടലില്ല, അവരുമായിട്ടൊരു സംസാരമില്ല, എങ്ങനെ വസ്ത്രം ധരിക്കണം എന്നില്ല. അന്നൊന്നും വസ്ത്രങ്ങളൊന്നും ഇല്ല. ഒരു വസ്ത്രം കൊണ്ട് ഒരാഴ്ചയോളം ഞങ്ങൾ ജീവിച്ച കാലഘട്ടങ്ങളിലുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്ന സാഹചര്യത്തിനകത്ത് ഞാൻ വളർന്ന് എന്നെ 18ാമത്തെ വയസ്സിൽ 18 വയസ്സായി. 18 വയസ്സാകുമ്പോഴാണ് ലിലിയസോത്ര എന്നെ വിവാഹം ചെയ്ത് കൊടുത്തുവിട്ടത്. അങ്ങനെ ഞാൻ ഇവിടുത്തെ കഷ്ടങ്ങൾ മാറിയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വിവാഹം നടന്ന വീട്ടിൽ ചെന്നപ്പോൾ അവിടെ വലിയൊരു കുടുംബമാണ്. അവരുടെ വീട്ടിലെ ഭർത്താവിൻ്റെ വീട്ടിലെ 10 മക്കളാണ്. 10ാമത് ആദ്യത്തെ ആളാണ് എന്നെ വിവാഹം ചെയ്തത്. അപ്പൊ അവരെല്ലാം ചെറിയ മക്കളായിരുന്നു. അവിടെയും എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളിലൂടെ ഞാൻ കടന്നുപോയി. എന്നാലും എനിക്ക് കഷ്ടപ്പാട് എന്താന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ല. കഷ്ടപ്പാടിന്റെ നടുവിലൂടെ യാത്ര ചെയ്യുമ്പോൾ അതൊരു കഷ്ടപ്പാടോ ആണോ എന്ന് ചിന്തിക്കാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ ഞാൻ ആ വീട്ടിൽ പോയി അങ്ങനെ അവിടെയുള്ള അമ്മയും അപ്പനും അവിടെയുള്ള സഹോദരങ്ങളായിട്ട് അല്ലെങ്കിൽ സഹോദരം ജീവിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം വലുതായി കഴിഞ്ഞപ്പോൾ അവരെല്ലാം സ്കൂളിൽ പഠിപ്പിച്ച് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ അവരുടെ കുഞ്ഞുങ്ങളെല്ലാം പഠിപ്പിച്ച്, മൂത്ത ആളെ മാത്രം പഠിപ്പിച്ചിട്ടില്ല. ഞങ്ങൾക്ക് 2 പേർക്കും വിദ്യാഭ്യാസം ഇല്ല. ഇങ്ങനെ ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം SSLC വരെയൊക്കെ പഠിച്ച് അല്ലെങ്കിൽ അവര് ആയിരിക്കുന്നു. എന്നാല് അവരുടെ ഇടയിൽ മൂത്ത ആള് വളരെ ആൾക്കാരുമായിട്ട് ഇടപെടലും അങ്ങനെ ഒത്തിരി കാലങ്ങൾ അങ്ങനെ കഴിഞ്ഞു വന്നപ്പോൾ ഞാൻ അവിടെ കയറി ചെന്നപ്പോൾ എനിക്കിങ്ങനെ ഞാനിങ്ങനെ ഈ മദ്യപാനികളൊന്നും ഞാൻ അങ്ങനെ കാണുകയോ അവരുമായിട്ട് അങ്ങനെയുള്ള ഒരു ബന്ധമൊന്നും എനിക്കില്ല. എന്നാൽ അവിടെ ചെന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒരു മദ്യപാനി ആയിരുന്നെന്ന് എനിക്ക് അറിയുവാനായിട്ട് ഇടയായി തീർന്നു. എൻ്റെ ഹസ്ബൻഡ് മദ്യപാനി ആയിരിക്കുന്നത് കൊണ്ട് എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് ആ സ്നേഹങ്ങളോ അദ്ദേഹമായിട്ടുള്ള എങ്ങനെ അദ്ദേഹത്തെ അംഗീകരിക്കണമെന്ന് എനിക്ക് അന്നത്തെ കാലങ്ങളിൽ അറിവില്ലായിരുന്നു. എന്നാലും ഒരുപാട് വേദനയിലൂടെ അവിടെ കടന്നു പോകാനായിട്ട് ഇടയായി തീർന്നു. എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര കൂട്ടുകെട്ടായിട്ട് ഒത്തിരി മദ്യപിച്ച് വന്ന് ഒന്നും അറിയാത്ത എന്നെ അടിക്കുകയും അല്ലെങ്കിൽ സ്വത്ര ഒരുപാട് ദ്രോഹിക്കുകയൊക്കെ അല്ലെങ്കിൽ എന്നെ ചെയ്യുമായിരുന്നു. അങ്ങനെ എൻ്റെ ഭർത്താവ് ഒരു കൃഷിക്കാരനായിരുന്നു. അന്ന് ഒത്തിരി കൃഷികളൊക്കെ, വയനാട്ടിലെ കൃഷികളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഒത്തിരി നെൽകൃഷി, ഇഞ്ചി കൃഷി, വാഴ കൃഷിയൊക്കെ ചെയ്യുന്നതാണ് ഞങ്ങളെ വയനാട്. കൃഷി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ജീവനാണ്. അങ്ങനെ കൃഷി ചെയ്ത് കിട്ടുന്നതായ കൃഷിഫലങ്ങളൊക്കെ വിറ്റേച്ച് എന്ത് ചെയ്യും, അദ്ദേഹം വീട്ടിലെ കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ, വീട്ടിലെ കാര്യങ്ങളൊന്നും ചെയ്യാതെ അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി അദ്ദേഹം നടക്കുമായിരുന്നു. അങ്ങനെ കടന്നു വന്നപ്പോൾ ഒത്തിരി പ്രയാസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. മറ്റുള്ളവരുടെ മുൻപിലൊക്കെ എന്നെ ഉപദ്രവിക്കും. അങ്ങനെ വന്ന സമയങ്ങളിൽ ഞാനിങ്ങനെ ഇനി എന്തിനാ ഈ ജീവിക്കുന്നത്, ഇനി എന്തിനാ അല്ലെങ്കിൽ മുമ്പോട്ട് പോകുന്ന, വീട്ടിലും കഷ്ടപ്പാട് ഇവിടെയും കഷ്ടപ്പാട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പല സമയങ്ങളും മരിച്ചേക്കാമെന്ന് ഞാൻ ചിന്തിച്ച സാഹചര്യം എൻ്റെ ജീവനകത്തുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പല സമയങ്ങളിലോ സ്വത്രം പിന്നെ ഞങ്ങൾക്ക് കുടുംബത്തിനകത്ത് പിന്നെ ഒരാഴ്ചയോടെ ഞങ്ങൾക്ക് വളരെ സന്തോഷം ഉണ്ടാവും. അങ്ങനെ സന്തോഷം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും ഞങ്ങള് ഒരുമിച്ച് ജീവിക്കും, ഒരുമിച്ച് സന്തോഷിക്കും, ഒരുമിച്ച് ആഹാരം കഴിക്കും. അങ്ങനെ നടന്ന് ഞങ്ങൾക്ക് കുറെ കാലങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് പിന്നീട് എനിക്കൊരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്ത ഒരു അവസ്ഥ വന്നു. ആ സമയത്താണ് ഞാൻ യേശു കർത്താവിനെ അറിയുന്നത്. ആമേ. അല്ലെങ്കിൽ സ്വത്ര ഞങ്ങളുടെ തൊട്ടടുത്ത് ഉള്ള ഒരു പ്രാർത്ഥിക്കുന്ന ഒരു ഭവനമുണ്ട്.
ഞാൻ ഇന്ന് ഓർക്കുക, അല്ലെങ്കിൽ അവരുടെയൊക്കെ പ്രാർത്ഥനയായിരിക്കും എന്നെ ഈ നിലയിലേക്ക് എത്തിക്കുവാനായിട്ട് അല്ലെങ്കിൽ ദൈവം കൊണ്ടുവന്നത്. അങ്ങനെ ഞാൻ ഒരു ദിവസം ആത്മഹത്യം ചെയ്യാനായിട്ട് ഞങ്ങളുടെ വീടിന്റെ അല്ലെങ്കിൽ ഒരു വയലിനരികിലാണ്. വയലിൽ നിന്ന് ഞങ്ങള് കയറി വരുന്നത് മെയിൻ റോഡ് അല്ലെങ്കിൽ കോഴിക്കോട് കോഴിക്കോടേക്ക് വരുന്ന റോഡ്. ആ മെയിൻ റോഡിൽ ഞാൻ കയറി നിന്ന് രാത്രിയില് ഒരു 12 മണി സമയത്ത് ആ വാഹനം വന്ന് അല്ലെങ്കിൽ ഇടിച്ച് മരിച്ചാൽ ആരും അറിയത്തില്ല. ഇന്ന് ഇവിടെ മരിച്ചേക്കാമെന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ച് റോഡിൽ ഇങ്ങനെ കാലെടുത്ത് വെക്കുമ്പോഴത്തേന് എൻ്റെ പേര് ഒരാൾ വിളിക്കുക, എൻ്റെ ഭർത്താവ് എന്നെ വിളിക്കുന്നത് പോലെ എൻ്റെ പേര് വിളിക്കുക, ജാനു ജാനു എന്ന് ഇങ്ങനെ വിളിച്ചു. സ്വത്രം. അങ്ങനെ ഞാൻ പിന്നെയും തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കണ്ടില്ല. അന്നൊന്നും എനിക്ക് മരിക്കുന്നതിന് പേടിയോ ഒരു ഭയോ ആരെയും പേടിയില്ല. അന്ന് അങ്ങനെയുള്ള അന്ധകാരത്തിലായിരുന്നല്ലോ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഭയമൊന്നുമില്ല. പിന്നെ രണ്ടാമത് ഞാൻ ആര് വിളിച്ചാലും കുഴപ്പമില്ല, ഞാൻ മരിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പിന്നെയും വാഹനം വന്നപ്പോൾ കാലെടുത്ത് വെച്ചിട്ട് കാലിങ്ങനെ എടുത്ത് വെക്കുമ്പോഴത്തേന് എന്നെ പിന്നെയും ഒരാൾ വിളിക്കുന്നത് പോലെ അങ്ങനെ ഞാൻ വീട്ടിലോട്ട് വന്ന് ഞാൻ അങ്ങനെ കയറി വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അന്നൊന്നും അല്ലെങ്കിൽ എവിടെയാ പോയി എന്താണെന്നൊന്നും അദ്ദേഹത്തിന് ഒരു ശുബോധമില്ലാതെ സുബോധം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു. ഞാൻ അവിടെ ആ വരാന്തയിൽ കയറിയിരുന്ന് നേരം വെളുപ്പിച്ചു. പിന്നെ ഞാൻ പിന്നെ ഞാൻ അവിടുന്ന് ഒരാഴ്ചയോളം പിന്നെ അങ്ങനെ തന്നെ ജീവിച്ചു. സാരമില്ല, ഇങ്ങനെ അങ്ങ് പോകുമല്ലോ, സമാധാനം ഉണ്ടാവുമല്ലോ എന്നെല്ലാം ഞാൻ പല സ്ഥലങ്ങളിലും ഇങ്ങനെ നേർച്ചകളൊക്കെ കൊടുക്കും. അല്ലെങ്കിൽ അമ്പലങ്ങളിൽ പോകും, പള്ളികളിൽ പോകും, അല്ലെങ്കിൽ പല നേർച്ചകളും. എൻ്റെ അപ്പൻ ഇങ്ങനെ ശബരിമലക്കൊക്കെ പോയ ഒരു പൂജാരിയായിരുന്നു. ആ പൂജാരിയുടെ മകളാണ് ഞാൻ. അല്ലെങ്കിൽ 18 വർഷവും അല്ലെങ്കിൽ ശബരിമലക്ക് പോയി മറ്റുള്ളവരെ ശബരിമലക്ക് കൊണ്ടുപോകാൻ നിർബന്ധിച്ച് കൊണ്ടുപോകുന്ന ഒരു അച്ഛനായിരുന്നു. ആ അച്ഛന്റെ മോളായിരുന്നു ഞാൻ. എന്നാൽ അത്രയും വർഷമായിട്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ അച്ഛനും ഒന്നും ഒരു സമാധാനമില്ല. അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും പിന്നെയും അങ്ങനെ തന്നെ സംഭവിക്കുവാനായിട്ടിടയായി തീർന്നു. അന്നേരം ഞാൻ ഒരു ദിവസം തീരുമാനം ചെയ്തു, ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തൊരു നല്ലൊരു പ്ലാവ് മരമുണ്ട്. ആ മരത്തേല് ആ പ്ലാവേല് ഞാൻ കയറി ഇരുന്നു. എനിക്ക് കുഞ്ഞുനാളെ ഒരു സ്വഭാവമായിരുന്നു ലലിസോത്ര അങ്ങനെ കളിച്ചു വളർന്ന മരങ്ങളൊക്കെ ചാടി കയറി ലലിസോത്ര നടക്കുന്ന ഒരാളായിരുന്നു സ്വത്രം. അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ആ മരത്തെ കയറി ഇരുന്ന് അല്ലെങ്കിൽ ഒരു കയറെടുത്ത് കെട്ടിയൊക്കെ വെച്ചു. 6 മണി സമയത്ത് മരത്തേൽ ഇങ്ങനെ കയറിങ്ങനെ കെട്ടിവെച്ചു. അത് ആത്മഹത്യം ചെയ്യാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഞാൻ എടുത്തു വെച്ചു. അപ്പൊ 7 മണിയാകുമ്പോഴത്തേനും എനിക്ക് അല്ലെങ്കിൽ ഇരുടാവുന്നതിന് മുൻപേ മരത്തെ കയറണം. അപ്പൊ ഞാൻ ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചു. ഞാൻ കഴിച്ചൊന്നുമില്ല. എൻ്റെ ഭർത്താവ് വരുന്നതിന് മുൻപേ എനിക്ക് മരിക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ കയറിയിരുന്ന് ഞാൻ അല്ലെങ്കിൽ കഴുത്തിൽ ഇങ്ങനെ കയറിടുന്ന സമയത്താണ് എൻ്റെ പേര് വിളിക്കുന്നത്. ഞാൻ എൻ്റെ പേര് വിളിച്ചു. എൻ്റെ ഭർത്താവ് എന്നെ പേര് വിളിക്കുന്നത് പോലെ തന്നെ എന്നെ വിളിച്ചു. 3 പ്രാവശ്യം എന്നെ വിളിച്ചു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആരുമില്ല. ഞാൻ ആ മരത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞു, അന്ന് ദൈവം എന്താ ഏതാന്നൊന്നും എനിക്കറിയത്തില്ല. എങ്ങനെ പ്രാർത്ഥിക്കണം, ആരോട് പ്രാർത്ഥിക്കണം എന്നൊന്നും അറിയത്തില്ല. കല്ലിനോടും മരത്തിനോടും പാമ്പിനോടും ഒക്കെ പ്രാർത്ഥിക്കുകയും നേർച്ച കൊടുക്കുകയും ചെയ്യുന്ന കാലങ്ങളായിരുന്നല്ലോ. അന്ന് യേശുക്രിസ്തു ആരാണ്, എന്താണ്, അങ്ങനെ ഒരു ജൈവം ഉണ്ടെന്നത് പോലും കേട്ടിട്ട് പോലും ഇല്ല. എന്നാല് അങ്ങനെ ഇരിക്കുന്ന സമയങ്ങളിലാണ് എന്നെ പേര് വിളിക്കുന്നത്. അപ്പൊ ഞാൻ തന്നെ എൻ്റെ മനസ്സിനകത്ത് തന്നെ ആരും പറയാതെ എൻ്റെ മനസ്സിനകത്ത് തന്നെ എനിക്കിങ്ങനെ തോന്നുവാനായിട്ടിടയായി. എന്നെ മരിക്കാൻ സമ്മതിക്കാതെ എന്നെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന ആരായാലും എൻ്റെ മുൻപിൽ വന്ന് എനിക്ക് കാണണമെന്ന് ഞാനിങ്ങനെ പറഞ്ഞു, എൻ്റെ വാഗോണ്ട് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ജൂലൈ മാസത്തിലായിരുന്നു. ഞാൻ ഇന്ന് ഈ സാക്ഷ്യം പറയുമ്പോൾ ഞാനിങ്ങനെ ഓർക്കുക, ഇത് ജൂലൈ മാസത്തിലാണ് ഞാൻ ഈ അനുഭവങ്ങൾ പറയുന്നത്. ജൂലൈ മാസം എന്ന് പറഞ്ഞാൽ സ്വത്ര വയനാട്ടിൽ ഭയങ്കര മഴയായിരിക്കും. അന്നത്തെ കാലങ്ങളില് തോരാത്ത മഴയായിരിക്കും. അങ്ങനെ തോരാത്ത മഴയ്ക്ക് അല്ലെങ്കിൽ മഴയുടെ സമയത്ത് ഞാനിങ്ങനെ വരാന്തയിൽ ഇരുന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പാസ്റ്ററും ഒരു മോനും ഞങ്ങളുടെ വീട്ടിൽ വന്നേച്ച് എന്നോട് ഇങ്ങനെ ആ പാസ്റ്റർ കണ്ട ഉടനെ എന്നോട് ഇങ്ങനെ പറയുവാനായിട്ട് ഇടയായി തീർന്നു. 4 ആഴ്ചയോളം മരിക്കുവാനായി നെട്ടോട്ട ഓടുന്ന സഹോദരിയെ യേശു നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു.
അപ്പോഴാണ് എനിക്ക് അല്ലെങ്കിൽ സ്വത്ര യേശു എന്നെ സ്നേഹിക്കുന്നു. അങ്ങനെ ഒന്നും ഞാൻ കേട്ടിട്ട് പോലുമില്ല. യേശു നിന്നെ സ്നേഹിക്കുന്നു, നീ ആത്മഹത്യം ചെയ്യാനായിട്ട് പോയതല്ലേ, നീ ആത്മഹത്യം ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അന്നൊരു ദിവസം അങ്ങനെ കേട്ടുവെങ്കിലും എനിക്ക് അങ്ങനെയുള്ള വിശ്വാസങ്ങളൊന്നും വന്നില്ല. എന്നാൽ ഞാൻ ഇങ്ങനെ തീരുമാനം എടുത്തു, അങ്ങനെയാണെങ്കിൽ എന്നെ മരിക്കാൻ സമ്മതിക്കാതെ ഇരിക്കുന്ന യേശു എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ യേശുവിനെ എനിക്ക് അതിൽ നിന്ന് എനിക്കൊരു വ്യത്യാസം കാണണം എന്ന് പറഞ്ഞ്, എന്നെ മാത്രമല്ല എൻ്റെ ഭർത്താവിനും അത് എൻ്റെ ഉണ്ടാകണം. ഞാൻ ഒരാള് ഈ യേശുവിനെ അറിഞ്ഞാൽ പോരാ, ഞങ്ങൾ രണ്ടുപേരും സത്യം എന്തെന്ന് ഞങ്ങൾ അറിയണമെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുവാനായിട്ട് ഇടയായി തീർന്നു. എൻ്റെ മനസ്സിൽ ചിന്തിക്കുവാനായിട്ട് അന്ന് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല എനിക്ക്. ഞാൻ അങ്ങനെ അല്ലെങ്കിൽ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ ആ ദേവാസൻ വന്ന് എന്നോട് ഇങ്ങനെ കാര്യങ്ങള് കർത്താവിനെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ പറയുമ്പോഴാണ് എൻ്റെ ഭർത്താവ് അല്ലലിയ വരുന്നത്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സുവിശേഷം കേട്ടു. ഹല്ലേലൂയ. ഒരുമിച്ച് ഞങ്ങൾ തീരുമാനം എടുത്തു, ഒരുമിച്ച് ഞങ്ങൾ രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോഴാണ് അങ്ങനെ ഞങ്ങൾ ഒരു കൂട്ടായ്മയ്ക്കകത്ത് ഞങ്ങൾ കടന്നുപോയി. അവിടെ ആരാധന ഹല്ലേലൂയ ഞങ്ങൾക്ക് ഹല്ലേലൂയ സ്തോത്ര കാണുവാനും കേൾക്കുവാനും ഹല്ലേലൂയ അത് കർത്താവ് ആരാന്ന് ഒക്കെ അറിയുവാനൊക്കെ ഇടയാകുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെയാണ് ഞാൻ യേശുവിനെ അറിഞ്ഞത്. അങ്ങനെയാണ് സത്യം. ദൈവവചനം പറയുന്നു, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്നുള്ള വചനം അങ്ങനെ എനിക്ക് അന്ന് മുതല് അല്ലെങ്കിൽ സ്വത്ര പരിശുദ്ധാത്മാവ് എന്നെ നടത്തുവാനായിട്ട് തുടങ്ങി. അല്ലെങ്കിൽ സ്വത്ര അല്ലെങ്കിൽ സ്വത്ര പിന്നെ ഞങ്ങള് വിശ്വാസ ജീവിതത്തിൽ വന്ന് അല്ലെങ്കിൽ ഞങ്ങള് ഒരു ചർച്ചിനകത്ത് ആരാധന കൂടി അല്ലെങ്കിൽ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ പലരും ഞങ്ങള് സുവിശേഷം പറയാൻ ഞങ്ങള് രണ്ടുപേരും മിടുക്കരാ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതായ സന്തോഷങ്ങള് സ്വതന്ത്രം ഞങ്ങൾക്ക് മറ്റുള്ളവരോട് ഏത് തരത്തിലായാലും അവർക്ക് അറിയിക്കണം, അവര് വന്ന് യേശുവിനെ അറിയണം എന്നുള്ളൊരു താല്പര്യമായിരുന്നു ഞങ്ങളുടെ ഉള്ളില്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നിൽക്കത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഭവനമായിരിക്കുന്ന ഭവനങ്ങളെല്ലാം ഞങ്ങൾ കയറി ചെല്ലും. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഞങ്ങൾ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ പലരും ഞങ്ങളെ പരിഹസിക്കാൻ തുടങ്ങി. ഞങ്ങൾക്കൊരു പരിഹാസം വരാൻ തുടങ്ങി. ഇങ്ങനെ പറയും, സ്തോത്ര, നിങ്ങൾ ജീവനുള്ള ദൈവത്തെ അറിഞ്ഞിട്ടും യേശുക്രിസ്തു അല്ലേ ജീവനുള്ള ദൈവം, ആ ദൈവത്തെ അറിഞ്ഞിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് തലമുറയില്ല എന്ന് പറഞ്ഞ് ഒത്തിരി കാലങ്ങൾ എനിക്ക് അങ്ങനെയുള്ള നിന്ന വരാൻ തുടങ്ങി. അപ്പോഴും എൻ്റെ ഹൃദയത്തിനകത്ത് അവർ പറഞ്ഞ ശരിയാണോ, അല്ലെങ്കിൽ അവർ പറഞ്ഞ ശരിയാണല്ലോ, അതുകൊണ്ട് എനിക്കൊരു കുഞ്ഞുങ്ങളും ഇല്ലല്ലോ, പിന്നെ എന്തിനാ ഞാനിങ്ങനെ സുവിശേഷ വേലയ്ക്കായിട്ട് പോകുന്നത് എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് സ്വത്ര എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞു, എന്നാ നീ ഇവിടെ നിൽക്ക്, ഞാൻ പോകാന്ന് പറഞ്ഞ് അന്നേരം ഞാനും എൻ്റെ അച്ഛനോട് പറഞ്ഞു, നിങ്ങൾ ചെല്ല്, ഞാന് വരുന്നില്ല, പലപ്പോഴും മറ്റുള്ളവരുടെ മുൻപിൽ തലകുനിക്കുന്ന ഒരു അവസ്ഥയാണ്, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ തീരുമാനം എടുത്ത് വെച്ച് ഞാൻ വീട്ടിൽ നിൽക്കാൻ തുടങ്ങി. വീട്ടിൽ നിന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സുവിശേഷം പറയാതിരിക്കുമ്പോൾ എനിക്ക് ആഹാരം കഴിക്കാത്തതുപോലെ ഉള്ള അനുഭവങ്ങളെല്ലാം എൻ്റെ ജീവനകത്ത് വരാൻ തുടങ്ങി. ഞാൻ പിടിവാശിക്കാരിയ, ഏത് കാര്യത്തിലും പിടിവാശി, അല്ലെങ്കിൽ ഇന്നത് എനിക്ക് ലഭിക്കണമെന്നുള്ള ഒരു വാശിക്കാരിയാണ് ഞാൻ അന്ന് സ്വത്രം. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിനകത്ത് അങ്ങനെയുള്ള സാഹചര്യത്തിനകത്ത് സ്വത്ര പരിശുദ്ധാത്മാവായ ദൈവം എന്നെ തൊടുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ എനിക്ക് സ്വത്ര ഒരു ദൈവത്തിന്റെ ഒരു സ്വത്ര സന്ദർശനം എന്റെ ജീവനകത്തേക്ക് വരാനായിട്ടിടയായി തന്നു. അങ്ങനെ ഒരു മാസത്തോളം ഞാൻ സുവിശേഷ വേലയ്ക്ക് പോകാതിരിക്കുന്ന സമയങ്ങളിൽ എനിക്കൊരു അസുഖം വരുവാനായിട്ടിടയായി തീർന്നു. എൻ്റെ ഗർഭപാത്രത്തിനകത്ത് പൂപ്പൽ വന്നു. അങ്ങനെ ഒരു അസുഖമായിരുന്നു എനിക്ക്. അങ്ങനെ പൂപ്പൽ വന്നിട്ട് ഇങ്ങനെ വയറിങ്ങനെ മുമ്പോട്ടായിരിക്കും, അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിനകത്ത് നീരായിരിക്കും. പക്ഷെ എനിക്ക് നടക്കാനൊന്നും പറ്റത്തില്ല, വേദന ആയിരിക്കും, വല്ലാത്തൊരു പ്രയാസം എന്നെ നേരിടുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോഴും ഞാൻ എനിക്ക് ഉള്ളിൽ വാശി തന്നെ, ഞാൻ വിട്ടുകൊടുക്കത്തില്ല. അല്ലെങ്കിൽ സ്വതന്ത്രം ഞാൻ എൻ്റെ കർത്താവിനോടും വിട്ടുകൊടുക്കത്തില്ല, നീ തന്നാലേ ഞാൻ സുവിശേഷ വേലയ്ക്ക് പോകും എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. അങ്ങനെ എൻ്റെ പുക്കിളിലൂടെ പഴുപ്പും ജലവുമായിട്ട് ഇങ്ങനെ പോകാൻ തുടങ്ങി എൻ്റെ സ്വത്ര. അങ്ങനെ എന്നെ മാനന്തവാടി വയനാട് മാനന്തവാടി 3 ഹോസ്പിറ്റലില് എന്നെ കൊണ്ടുപോയി എൻ്റെ ഹസ്ബൻഡ് ചികിത്സിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ ഒന്നും എനിക്ക് എൻ്റെ രോഗത്തിന് സൗഖ്യമില്ലായിരുന്നു. അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് സ്വത്ര എന്നെ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു വിടുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ
മെഡിക്കൽ കോളേജിലേക്ക് ചെന്ന് അവിടെ ഒരു 15 ദിവസം കിടന്നിട്ടു എൻ്റെ രോഗം എന്തെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. സ്കാൻ ചെയ്ത് അല്ലെങ്കിൽ മറ്റുള്ളതായ ടെസ്റ്റുകളെല്ലാം ചെയ്തിട്ടു അവർക്ക് എന്താന്ന് മനസ്സിലായിട്ടില്ല. അങ്ങനെ അവിടുത്തെ ലില്ലി സ്വോത്ര ഡോക്ടർ പറഞ്ഞ് നിങ്ങൾ എന്തായാലും അല്ലെങ്കിൽ ഇവിടെ അഡ്മിറ്റ് ആകണം, അഡ്മിറ്റ് തന്നെ കിടക്ക്, ഞാൻ ഒന്നോടെ വന്നിട്ട് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഗർഭപാത്രം നീക്കം ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ദൈവശബ്ദം പിന്നെയും കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ വയനാട്ടിൽ ചെന്ന് പോയി ലില്ലിയ സ്വോത്ര ഒരു ആരാധനയൊക്കെ കൂടിയിട്ട് വരട്ടെ, നീ രാത്രിയിൽ. അപ്പൊ എൻ്റെ ചേച്ചി എൻ്റെ കൂടെ ഉണ്ട്. അവള് രക്ഷിക്കപ്പെടാത്തവളാണ്. അങ്ങനെ അവക്ക് ഒട്ടും വിദ്യാഭ്യാസമില്ല, അവള് പഠിച്ചിട്ടില്ല. അങ്ങനെ അവൾക്ക് അക്ഷരം എന്താണെന്നൊന്നും ഒന്നും വായിക്കാനൊന്നും അറിയത്തില്ല. എൻ്റെ കൂടെ അത്രയും ദിവസങ്ങൾ അവൾ നിൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ സമയത്ത് ഒരു രാത്രിയിൽ ഒരു 3 മണി സമയത്താണ് ഞാൻ ദൈവശബ്ദം കേൾക്കുന്നത്. എൻ്റെ കർത്താവ് എന്നോട് ചോദിച്ചു, ഈ അസ്ഥികൾ ജീവിക്കുമോ, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്നോട് ആ ശബ്ദം കേട്ടപ്പോൾ ഞാൻ എൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ വരിക, അല്ലെങ്കിൽ കർത്താവെ നിന്നാൽ അത് കഴിയുമെന്ന് പറഞ്ഞു. ആമേ. അല്ലേ സ്വോത്ര. അപ്പോ ഞാന് അല്ലേ സ്വോത്ര എല്ലാരും ഇങ്ങനെ എൻ്റെ അടുത്ത് കിടക്കുന്നവരെല്ലാം ഇങ്ങനെ നിലവിളിക്കുകയും മരിച്ചുപോയി, ജാന് മരിച്ചുപോയി, അല്ലേ സ്വോത്ര ഇനി മുമ്പോട്ട് ഒരു യാത്ര അവക്കില്ല എന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് എൻ്റെ ചേച്ചീനെ പേടിപ്പിക്കുക. അപ്പൊ എനിക്ക് അതിനുള്ള ശുബോധം എൻ്റെ നിന്ന് നഷ്ടപ്പെട്ടതുപോലെ, ബോധം നഷ്ടപ്പെട്ടതുപോലെ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോഴാണ് എനിക്ക് ഒരു പ്രവാചികയായിരിക്കുന്ന ഒരു അമ്മച്ചി എന്നെ വിളിച്ചു പറഞ്ഞു, അല്ലേ സ്വോത്ര, ജാനു നിന്നെ തന്നെ ശുദ്ധീകരിക്കണം, അല്ലെങ്കിൽ നീ ലോകത്ത് നിന്ന് നീ മാറ്റപ്പെടാൻ പോവുക, പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ചത്, അതുകൊണ്ട് നീ നിന്നെ തന്നെ ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാന് എന്നെ തന്നെ ഏൽപ്പിച്ചു. അന്നാണ് ഞാൻ കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അന്ന് രാത്രിയിലാണ് ഞാൻ ഏൽപ്പിക്കുന്നത്, കർത്താവെ എൻ്റെതായിരിക്കുന്ന കുറവുകളെ, എൻ്റെതായിരിക്കുന്നതായ എൻ്റെ പരാജയങ്ങളെ, എൻ്റെ കർത്താവിനെ അനുസരിക്കാൻ കഴിയാത്തത്, എൻ്റെ കർത്താവിന് കീഴ്പ്പെടാൻ കഴിയാത്ത എല്ലാത്തിൻ്റെയും ദൈവം എന്നിൽ നിന്ന് ഇടിച്ചു കളഞ്ഞ് എന്നെ പുതിയൊരു ആളാക്കി ദൈവം എന്നെ മാറ്റണമേ. അങ്ങനെ എൻ്റെ ഞാൻ കർത്താവിന്റെ വേല ചെയ്യണമെങ്കിൽ എൻ്റെ കർത്താവിനെ ജീവനോടെ പുറത്തു കൊണ്ടുവരണം. ജീവനോടെ ഇരുന്ന് ജീവനുള്ള ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിപ്പാൻ എൻ്റെ കർത്താവ് എനിക്ക് അവസരം തരണേ എന്ന് ഞാൻ അങ്ങനെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു ഞാൻ രാത്രിയിൽ കിടന്നു കഴിഞ്ഞപ്പോഴത്തേനും എന്നെ ഒരാള് കൈപിടിച്ച്, ആളാരാണെന്ന് ഞാൻ കാണുന്നില്ല. അപ്പൊ കൈപിടിച്ച് വെച്ച് എന്നെ അല്ലെങ്കിൽ സ്വോത്ര, അന്നാണ് ഞാൻ അല്ലെങ്കിൽ ഈ നരകത്തിന്റെയും സ്വർഗത്തിൻ്റെതായ അവസ്ഥകളെ ദൈവം എനിക്ക് കാണിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇവിടെ ഞാൻ ഒരു വരാന്ത പോലെ ഒരു ചെറിയൊരു അല്ലെങ്കിൽ ഒരു ഇതിന്മേൽ ഞാൻ ഇങ്ങനെ നടക്കുക. എന്നെ ഒരാൾ നടത്തുക. എന്നോട് പറഞ്ഞ് എനിക്ക് അല്ലെങ്കിൽ കത്തുന്ന ഒരു അല്ലെങ്കിൽ തീ അവിടെ ഞാൻ കാണാനായിട്ട് ഇടയായി തീർന്നു. പിന്നെ നമുക്ക് ഞാൻ കാണുന്ന ഈ പ്രകാശത്തെക്കാളും വലിയൊരു പ്രകാശം എന്നെ കാണിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നോട് ചോദിച്ചു, എനിക്ക് അവിടെ പോണം ഇവിടെ പോണം. അപ്പൊ ഞാൻ പറഞ്ഞ് എനിക്ക് തീ കത്തുന്നിടത്ത് പോകണ്ട, എനിക്ക് ഇവിടെ പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ കൈവിട്ട് എന്നെ പിടിച്ചിരുന്ന വിട്ടപ്പോഴത്തേനും എൻ്റെ ശരീരം അങ്ങ് വേർക്കാൻ തുടങ്ങി. എനിക്ക് എൻ്റെ ശരീരത്തിനകത്ത് ജീവൻ വന്നതുപോലെ എനിക്ക് അനുഭവപ്പെടുവാനായിട്ട് ഇടയായിരുന്നു. ഞാൻ അവിടെ നിന്ന് ചാടി എഴുന്നേൽക്കുമ്പോൾ കിടക്കേന്ന് അല്ലെങ്കിൽ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഹോസ്പിറ്റലിലെ ബെഡിന്മേല ഞാൻ കിടന്നിട്ടാണ് ഞാൻ ഇത് കാണുന്നത്. അങ്ങനെ കണ്ടു കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിനെ കിടക്കുന്ന എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിനകത്ത് ജീവൻ വരാൻ തുടങ്ങി, എനിക്ക് ഉന്മേഷം വരാൻ തുടങ്ങി. അന്ന് വരെ ഞാൻ കഴിഞ്ഞ കാലങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ ഓർമ്മയില്ലാത്ത ഒരവസ്ഥ. അങ്ങനെ ഞാൻ എൻ്റെ ചേച്ചിയോട് പറഞ്ഞു, എനിക്ക് പെട്ടെന്ന് ബാത്റൂമിൽ പോകണം, എനിക്ക് പല്ല് തേക്കണം, എനിക്ക് ഭക്ഷണം കഴിക്കണം. അതുവരെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഭക്ഷണം കഴിക്കാൻ കഴിയത്തില്ല. അങ്ങനെ എനിക്ക് എൻ്റെ ചേച്ചി പറഞ്ഞു ഞാൻ പിടിച്ചു കൊണ്ടുപോകാൻ നേരം ഞാൻ എൻ്റെ ചേച്ചിയോട് പറഞ്ഞു, നീ വരണ്ട, ഞാൻ തനിയേ പൊക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തനിയെ ചെന്ന് ബാത്റൂമിൽ ചെന്ന് പല്ലൊക്കെ തേച്ച് കുളിക്കാനായിട്ട് എൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് കുളിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, നിന്റെ വയറിന് 2 കരം വെച്ച് യേശുവിന്റെ നാമത്തില് എന്നെ അസ്വസ്ഥപ്പെടുത്തുന്നതായ ഈ രോഗം എന്നിൽ നിന്ന് വിട്ടുമാറട്ടെ എന്ന് നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു ശബ്ദം ഞാൻ കേൾക്കുവാനായിട്ടിടയായി തീർന്നു.
അങ്ങനെ ഞാൻ എൻ്റെ വയറിനോട് അന്നൊന്നും എനിക്ക് അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ എങ്ങനെയെന്ന് പോലും അറിയത്തില്ല, അല്ലല്ലേ. അപ്പം ഞാനിങ്ങനെ വയറിന് കൈവച്ച് കരം വെച്ച് ഞാൻ യേശുവിന്റെ നാമത്തിൽ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അല്ലെങ്കിൽ സ്വന്തം വയറ്റിനകത്തുള്ളതായ പഴുപ്പും ചലവും അല്ല, ഡോക്ടർമാർ തൊടാതെ തന്നെ അത് ദൈവം തൊട്ട് എന്നെ സൗഖ്യമാക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രൈസല്ലോ അല്ലെങ്കിൽ സ്വത്രം. അങ്ങനെയാണ് ഞാൻ ഈ വിശ്വാസത്തിനകത്ത് നിലനിൽക്കുവാനുള്ള കാരണം. അന്ന് ഞാൻ സൗഖ്യം പ്രാപിച്ചു, അല്ലലിയ സ്വത്രം. അന്ന് ഞാൻ രോഗസൗഖ്യം പ്രാപിച്ച്, അല്ലലിയ. ഇന്ന് ഞാൻ അനേക പ്രിയപ്പെട്ടവർക്ക് വേണ്ടി രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചെന്ന് പ്രാർത്ഥിക്കുവാന് എൻ്റെ ദൈവം എന്നെ അല്ലലിയ അയച്ചുകൊണ്ടിരിക്കുന്നു. പ്രൈസലോ അല്ലലിയ സ്വത്രം ചെയ്യുന്നു. അന്നാണ് ഞാൻ ആ രോഗത്തിൽ നിന്ന് എനിക്ക് വിടുതൽ നൽകുവാനായിട്ടിടയായി തീർന്നത് എൻ്റെ ദൈവം. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിനകത്ത് ഞങ്ങള് പിന്നെ ഞങ്ങളുടെ എന്നെ നോക്കുന്ന ഡോക്ടർ വന്ന് എന്നെ പരിശോധിച്ചു. ജാനുവിന് കുഴപ്പമൊന്നുമില്ലല്ലോ. രാത്രിയിൽ എല്ലാവരും ഫോൺ വിളിച്ച് എന്നെ എല്ലാവരും ഭയപ്പെട്ടല്ലോ, ഇപ്പം കുഴപ്പമൊന്നുമില്ല, എന്തായാലും നിങ്ങളെ ഞാൻ ഡിസ്ചാർജ് ചെയ്യുകയാണ്. ഡിസ്ചാർജ് ചെയ്തിട്ട് നിങ്ങൾ വീട്ടിൽ പോയച്ച് ഒരു 15 ദിവസം കഴിയുമ്പോൾ ഞാൻ ഒരു ഡേറ്റ് തന്നുവിടാം, അന്ന് വരണം. എന്തായാലും ഓപ്പറേഷൻ ചെയ്ത് ഗർഭപാത്രം എടുത്തു മാറ്റേണ്ടി വരും എന്ന് പറയുവാനായിട്ട്. അപ്പൊ എനിക്ക് ഒരു ഭയവും ഇല്ല. എനിക്കറിയാം എൻ്റെ കർത്താവ് എൻ്റെ ഉള്ളില് സൗഖ്യം തന്നു ഉറപ്പായി. സ്വത്ര. അങ്ങനെ ഞങ്ങള് വയനാട്ടിൽ വീട്ടിൽ ചെന്ന് ഞങ്ങൾ 3 ദിവസം രണ്ടുപേരും ഇരുന്ന് പ്രാർത്ഥിച്ച് ഉപവാസത്തോടെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ആ ഡേറ്റിന് ഞങ്ങൾ ഓപ്പറേഷനായിട്ട് കോഴിക്കോട് എല്ലാ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തി. അങ്ങനെ ഡോക്ടറെ കണ്ട് എന്നെ അറിയുന്ന ഒരു നേഴ്സ് അവിടെ ഉണ്ട്, അല്ലെ സ്വന്തം ലാബില്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് ഞങ്ങൾ താമസിച്ച് അദ്ദേഹമാണ് എന്നെ അല്ലലിയ ഡോക്ടറെ കാണിക്കാനായിട്ട് കൊണ്ടുപോയത്. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ ഇങ്ങനെ അല്ലെങ്കിൽ മരുന്നിന് എഴുതി തന്നു വെച്ച് അല്ലെ ഇപ്പം കുഴപ്പമൊന്നുമില്ല സ്വത്ര എന്നൊക്കെ പറഞ്ഞേച്ച്. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ച്, ഇന്ന് ഓപ്പറേഷനുള്ള അഡ്മിറ്റ് ചെയ്യാനാണ് സാർ എന്നോട് പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ വന്നത്. നേരം ഈ പറഞ്ഞ വ്യക്തി ചോദിക്കുകയാണ്, അല്ലെ സ്വത്ര, ആരാ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞേന്ന്, അല്ലെ സ്വത്ര. അപ്പോൾ ഞാനിങ്ങനെ അപ്പോഴെനിക്ക് മനസ്സിലായി, ഡോക്ടർമാർ തൊടുന്നതിന് മുൻപേ, ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്ത് എൻ്റെ ഗർഭപാത്രം എടുത്തു മാറ്റുന്നതിന് മുൻപേ തമ്പുരാൻ എന്ത് ചെയ്തു, എൻ്റെ ഗർഭപാത്രത്തിനകത്തുള്ളതിനെല്ലാം പുറത്തു കളഞ്ഞ് അല്ലലിയ സ്വത്ര എന്നെ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നിർത്തി എന്ന് എനിക്ക് വിശ്വസിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രൈസലോ അല്ലലിയ സ്വത്ര. അങ്ങനെ ഞങ്ങള് വളരെ സന്തോഷത്തോടെ കടന്നു വന്ന് അന്ന് ഞങ്ങൾ തീരുമാനം എടുത്തു, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാനിങ്ങനെ പറഞ്ഞ്, മക്കളെ തന്നാലും തന്നില്ലെങ്കിലും എൻ്റെ കർത്താവിന്റെ വേല ഞാൻ ചെയ്തോളാം. ഇന്ന് അല്ലല്ലേ സ്വത്ര അല്ലല്ലേ വയനാടിന്റെ മിക്ക മേഖലകളിലൂടെ അല്ലെ പരിശുദ്ധാത്മാവെന്നെ അല്ലെ ദൈവത്തിന്റെ വചനവുമായിട്ട് നിൽക്കുവാനായിട്ട് ദൈവം ഇടയാക്കി. അല്ലെ സ്വത്ര. അതിൽ പരമായിട്ടാണ് ഞാൻ ഇന്ന് ഈ ഭവനത്തിലൊക്കെ ഇരുന്ന് അല്ലലിയ നിങ്ങളുടെ മുൻപാകെ സാക്ഷിയായി പങ്കുവെക്കുവാനായിട്ട് ദൈവം എന്നെ ഒരുക്കുന്നത്. അല്ലലിയ സ്വത്രം. അങ്ങനെ ഞങ്ങള് സുവിശേഷ വേലയ്ക്കായിട്ട് രണ്ടുപേർ ഇറങ്ങുവാനായിട്ട് ഇടയായി തീർന്നു. ഇപ്പോൾ ഞങ്ങള് ഒരു ചർച്ച് മിനിസ്ട്രി ഞങ്ങൾക്കുണ്ട്. അല്ലലിയ സ്വതം പൊതു ശുശ്രൂഷയെ എൻ്റെ ജീവനകത്ത് ദൈവം തന്നിട്ടുണ്ട്. അനേക പ്രിയപ്പെട്ടവർക്ക് ചെന്ന് പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് അടിയനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അല്ലലിയ സ്വത്രം ചെയ്യുന്നു. അല്ലലിയ ദൈവത്തിന്റെ വചനം പറയുന്നു. അല്ലലിയ പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന് സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം ദൈവം രാജകീയ പുരോഹിത വർഗമായി സ്വന്തം ജനമായി വിശുദ്ധ വംശമാക്കി ദൈവം എന്നെ തീർത്തിരിക്കുക. പ്രൈസലോ ലേലിയ സ്വത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ ഓരോ ദിവസങ്ങളിലും എനിക്ക് വിദ്യാഭ്യാസം ഇല്ല, എങ്ങനെ ബൈബിൾ വായിക്കണം എന്ന് എനിക്ക് അറിയത്തില്ല. എന്നാൽ ഈ 66 പുസ്തകത്തിനകത്തു നിന്നും അല്ലലിയ സ്വത്ര എന്നെ ദൈവത്തിന്റെ വചനം ഓരോ സമയങ്ങളിലും പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടും. പ്രൈസലോ. ഒരു സ്ഥലത്ത് ചെന്ന് ശുശ്രൂഷിക്കാനായിട്ട് ഓരോ സ്ഥലങ്ങളിൽ എന്നെ ശുശ്രൂഷിക്കാനായിട്ട് വിളിക്കുമ്പോൾ ഞാൻ എഴുതി കുറിച്ചൊന്നും കൊണ്ടുപോകത്തില്ല. പ്രൈസലോ. അല്ലെങ്കിൽ സ്വത്ര ആ സമയത്ത് ആ സ്പോട്ടിൽ എന്ത് പറയണമെന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് പറഞ്ഞു തരും. പ്രൈസലോ. ദൈവവചനങ്ങൾ ഇങ്ങനെ വായിക്കുന്നു, ജ്ഞാനികളെ ലജ്ജിപ്പാൻ ഞാൻ ലോകത്ത് ഭോഷത്വമുള്ളതിനെ തിരഞ്ഞെടുത്തു. അമ്മേ, ഞാൻ ഭോഷത്വം നിറഞ്ഞവളായിരുന്നു. അല്ലെങ്കിൽ പല സമയങ്ങളും ഞാൻ അങ്ങനെ എൻ്റെ ദൈവത്തിന്റെ സന്നിധി ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു. അല്ലെങ്കിൽ സ്വത്ര അല്ലെങ്കിൽ ലോകത്തില് അല്ലെങ്കിൽ ഒത്തിരി പേരുണ്ടായിരുന്നു. അല്ലെങ്കിൽ സ്വത്ര വിദ്യാസമ്പന്നന്മാരുണ്ടായിരുന്നു, കുലീനന്മാരുണ്ടായിരുന്നു. അവരെ എല്ലാം അല്ലെങ്കിൽ ഇട്ടേച്ച് ദൈവം എന്നെ അല്ലെങ്കിൽ സ്വത്ര തിരഞ്ഞെടുക്കുവാനായി ഇടയായി തീർന്നു. അല്ലെങ്കിൽ സ്വത്ര യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു ആക്കി വെച്ചിരിക്കുന്നു.
ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ സ്വോത്ര, അല്ലെങ്കിൽ നല്ല ഫലം കായ്ക്കാൻ, അല്ലെങ്കിൽ സ്വോത്ര, അല്ലെങ്കിൽ പലപ്പോഴും അല്ലെങ്കിൽ ദൈവം എന്നെ ഓരോ സമയങ്ങൾ അങ്ങനെയാണ് ബലപ്പെടുത്തുന്നത്. ഇന്ന് ഞങ്ങൾ ഒരു അല്ലെങ്കിൽ സ്വോത്ര വയനാടിന്റെ അല്ലെങ്കിൽ സ്വോത്ര മിക്ക മേഖലകളിലൂടെ കടന്നു പോകാനും അല്ലെങ്കിൽ കോളനിയിലൂടെ ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ വർക്ക് ആദിവാസി മേഖലയിലൂടെ തന്നെയാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഞങ്ങള് സ്വതന്ത്ര ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ചിന്റെ മേഖലയിൽ ഞങ്ങള് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങള് ഒരു 5 വർഷം ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെ 5 വർഷം ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഞങ്ങള് ഞങ്ങളുടെ വീട്ടിൽ വെച്ച് ആരാധന നടത്തുവാനായിട്ട് ഇടയായി തീർന്നു. ഒരു കാര്യം കൂടി പറയട്ടെ, അങ്ങനെ ഞങ്ങൾ രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങളെ ദൈവം ആക്കി വെച്ചപ്പോൾ എന്ത് ചെയ്തു? അല്ലെങ്കിൽ സ്വോത്ര, കർത്താവിന്റെ ദാസന് അല്ലെങ്കിൽ ബൈബിൾ സ്കൂളിൽ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു അക്ഷരം പോലും സ്കൂളിന്റെ പടി കയറിയിട്ടില്ല. അല്ലെങ്കിൽ അദ്ദേഹം ചെന്ന് അല്ലെങ്കിൽ ബൈബിൾ സ്കൂളിൽ പഠിച്ച് അല്ലെങ്കിൽ സ്വോത്ര അദ്ദേഹം കേട്ട് പഠിച്ചു. അല്ലെങ്കിൽ സ്വോത്ര ഇന്ന് ഒരു സഭയുടെ പാസ്റ്ററാക്കി ദൈവം നിർത്തിയിരിക്കുക. അല്ലെങ്കിൽ സ്വോത്ര അങ്ങനെ അദ്ദേഹം പഠിച്ച് ഞങ്ങൾക്ക് ഗ്രാജുവേഷൻ ലഭിച്ചു. അല്ലെങ്കിൽ സ്വോത്ര അങ്ങനെ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം ദ്വാരകയാണ്. ആ ദ്വാരകയുടെ ദേശത്ത് തന്നെ ഞങ്ങള് ഒരു വാടകയ്ക്ക് ഒരു റൂം എടുത്ത് ഞങ്ങൾ അവിടെ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നു. 20ഓളം ആളുകള് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ആരാധിക്കുവാനായിട്ട് പല സമയങ്ങളിൽ കൂടി വരുന്നുണ്ട്. അല്ലെങ്കിൽ സ്വോത്ര അങ്ങനെയാണ് ഞങ്ങള് അല്ലെങ്കിൽ സ്വോത്ര ഈ മിനിസ്ട്രിയിലോട് ഞങ്ങള് കർത്താവിന്റെ മിനിസ്ട്രി ചെയ്യുവാനായിട്ട് ദൈവം ഞങ്ങളെ ഇടയാക്കിയത്. അല്ലെങ്കിൽ സ്വോത്രം ചെയ്യുന്നു. അങ്ങനെ ഞങ്ങള് അല്ലെങ്കിൽ സ്വോത്ര സുവിശേഷ പ്രവർത്തനകത്ത് പല സംഘടനക്കകത്തും ഞങ്ങള് അല്ലെങ്കിൽ സ്വോത്രം പോയിട്ടും അല്ലെങ്കിൽ അവിടെ ഒന്നും നിലനിൽപ്പില്ല. ഞങ്ങൾ പല സഭകളിലും കടന്നു പോയിട്ടും ഞങ്ങൾക്ക് അവിടെ ഒരു നിലനിൽപ്പില്ല. അന്നേരമാണ് എനിക്ക് മനസ്സിലായത് നമ്മളെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ട്. അല്ലെങ്കിൽ സ്വോത്ര ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ സ്വോത്ര അല്ലെങ്കിൽ ഒരു പടി അല്ലെങ്കിൽ സ്വോത്ര നമ്മൾ മുമ്പോട്ട് ഇറങ്ങണം. അല്ലെങ്കിൽ സ്വോത്ര പത്രോസിനോട് അല്ലെങ്കിൽ സ്വോത്ര കർത്താവ് പറഞ്ഞു, അല്ലെങ്കിൽ ശൂന്യതയായിരിക്കുന്ന പടകിനകത്ത് അല്ലെങ്കിൽ പത്രോസ് കയറിയിട്ട് അല്ലെങ്കിൽ പത്രോസിന്റെ പടക് അല്ലെങ്കിൽ സ്വോത്ര ശൂന്യതയായിരുന്നത് കർത്താവ് കണ്ടു. ആ ശൂന്യതയുള്ള പടകിനകത്ത് കർത്താവ് കണ്ടേച്ച് പത്രോസിനോട് പറഞ്ഞു, പത്രോസെ നീ അല്പം നീക്കാൻ പറഞ്ഞു. സ്വോത്ര സ്വോത്ര ഞാനിങ്ങനെ ഓർക്കുക, ആ നിന്നടത്ത് തന്നെ നിന്നാലേ ഇന്ന് ഞാന് ഒരു നിലയിലേക്ക് ദൈവത്തിന് എന്നെ എത്തിക്കാനായിട്ട് കഴിയത്തില്ല. കാരണം തയ്യാറാകണം, നമ്മളെ തന്നെ ഏൽപ്പിക്കണം. എന്നാൽ മാത്രമേ നമ്മൾക്ക് അതിനകത്ത് അല്ലെങ്കിൽ സ്വോത്ര അല്ലെങ്കിൽ നിൽക്കാനായിട്ട് കഴിയത്തുള്ളൂ. അങ്ങനെ പത്രോസിനോട് പറഞ്ഞു, പത്രോസ് അല്പം അങ്ങോട്ട് നീക്ക്, വല നീക്കെന്ന് പറഞ്ഞു. അപ്പൊ പത്രോസ് വല അല്ലെങ്കിൽ താഴോട്ട് ഇറക്കി. അല്ലേ സ്വോത്ര ഞാനിങ്ങനെ ഓർക്കുക, അങ്ങനെ ഞാന് എൻ്റെ വല അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി വിട്ടുകൊടുത്തപ്പോഴാണ് അല്ലെങ്കിൽ സ്വോത്ര അതിനകത്ത് എൻ്റെ കർത്താവ് അല്ലെങ്കിൽ കയറുവാനായിട്ട് ഇടയായി തീർന്നത്. അല്ലെങ്കിൽ സ്വോത്ര എന്നിട്ട് ഞാൻ പലപ്പോഴും ആ വചനം എന്നെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ സ്വോത്ര പലപ്പോഴും ആ വചനം എന്നെ യാത്ര ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ സ്വോത്ര അല്ലെങ്കിൽ പത്രോസ് അങ്ങനെ ശൂന്യതമായിരിക്കുന്ന പടകും അല്ലെങ്കിൽ സ്വോത്ര വെച്ചേച്ച് അല്ലെങ്കിൽ സ്വോത്ര അവനോട് അല്പം നീക്കിയിട്ട് പിന്നെയും കർത്താവ് പറയാ അല്പം നീക്കിച്ച് ആഴത്തിലേക്ക് ഇറക്കാൻ പറഞ്ഞു. സ്വോത്ര അല്ലെങ്കിൽ അതിനൊക്കെ വളരെ അർത്ഥങ്ങളുണ്ട്, വളരെ ആഴങ്ങളുണ്ട്. അല്ലെങ്കിൽ സ്വോത്ര നമ്മുടെ വിശ്വാസം ആഴത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് അല്ലെങ്കിൽ സ്വോത്ര ദൈവത്തിന് എന്തെങ്കിലും നമ്മളോട് ചെയ്യുവാനായിട്ട് കഴിയുന്നത്. പ്രൈസല്ലോ എന്നെ കേൾക്കുന്ന അല്ലലിയ പ്രിയ അല്ലലിയ ദൈവ മക്കളോടും ദൈവദാസന്മാരോടും ദൈവദാസിയോടും അല്ലെങ്കിൽ പറയട്ടെ, സ്വോത്ര ആഴത്തിലേക്ക് നമ്മുടേതായ മിനിസ്ട്രിയും നമ്മുടെ ശുശ്രൂഷയും ഇറങ്ങുമ്പോഴാണ് അല്ലെങ്കിൽ സ്വോത്ര നമ്മുടെ വലക്കകത്ത് അല്ലെങ്കിൽ സ്വോത്ര ആത്മാക്കളെ കൊണ്ട് ദൈവം നിറയ്ക്കുന്നത്. അല്ലെങ്കിൽ സ്വോത്ര പത്രോസ് അങ്ങനെ കർത്താവിന്റെ വാക്കിന് എന്ത് ചെയ്തു അല്ലെ പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നാലും ഞാൻ നിന്റെ വാക്കിന് വലയിറക്കാം. ഞാനും അങ്ങനെ ആന്റി സ്വോത്ര കർത്താവിന്റെ വാക്കിന് വില ഇറക്കി. സ്വോത്ര ലിലിയ പലരും അല്ലെങ്കിൽ എന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട്, പലരും എന്നെ അവഗണിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസം ഇല്ലല്ലോ, എങ്ങനെ ചെയ്യും, എങ്ങനെ മുമ്പോട്ട് പോകും, എങ്ങനെ പ്രസംഗിക്കും, എങ്ങനെ സംസാരിക്കും എന്നെല്ലാം അല്ലെങ്കിൽ സ്വോത്രം പറഞ്ഞ ഒരു അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തിയ ഒരു സാഹചര്യം എന്റെ ജീവനകത്തുണ്ടായിരുന്നു. എന്നാല് പത്രോസിനോട് പറഞ്ഞതുപോലെ എന്നോടും ദൈവം സംസാരിച്ചതാ. അല്ലെങ്കിൽ സ്വോത്രം എന്നോട് സംസാരിച്ച് ആഴത്തിലേക്ക് വലയിറക്കുമ്പോഴാണ് എന്ത് ചെയ്തത്? കർത്താവിന് എന്നെ കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് ആഴമായിട്ട് എനിക്കും അത് ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഈ മിനിസ്ട്രിയെ കുറിച്ച് അല്ലെങ്കിൽ സ്വോത്ര ഈ ആന്റിയെയും അല്ലെങ്കിൽ കർത്തൃദാസനെയും കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അല്ലെങ്കിൽ സ്വോത്ര അനേകരുടെ അല്ലെങ്കിൽ സ്വോത്ര അല്ലെങ്കിൽ സ്റ്റേജിൽ കടന്നു വന്ന് സാക്ഷി പറയുന്നത് അത് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാണ്. ഒരു സാക്ഷ്യത്തെ ഉളവയാക്കുന്ന തിരുവചനമുണ്ട്. അല്ലെങ്കിൽ സ്വോത്ര
അത് കേൾക്കുമ്പോഴാണ് മറ്റുള്ളവരുടെ ഇടയിൽ ഒരു രൂപാന്തരം ഉണ്ടാകുവാനായിട്ട് ഇടയായി തീരുന്നത്. പ്രൈസലോ സ്വോത്രം ചെയ്യുന്നു. അങ്ങനെ ഞാൻ അല്ലെ സ്വോത്ര അല്ലെ പലരുടെയും മുൻപില് അല്ലെ സ്വോത്ര മക്കളില്ലാത്തവളെ പോലെ അല്ലെ പലപ്പോഴും പലരും ഇങ്ങനെ പരിഹസിക്കുമ്പോൾ ഇപ്പോഴും ഞാൻ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഹൃദയത്തിന് ഭയങ്കര സന്തോഷം. കർത്താവിന്റെ ഇഷ്ടമല്ലേ മക്കളെ തരുന്നത്, ലില്ലി സ്വോത്ര. മക്കളെ തരാത്തത് കർത്താവിന്റെ ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് എങ്ങനെ തോന്നും, ഞാന് അല്ലെ ഒരു 2-3 മക്കളെയൊക്കെ ദൈവം തന്നാലേ സ്വോത്ര കർത്താവിന്റെ വേല എനിക്ക് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അല്ലെലിയ സ്വോത്രം ചെയ്യുന്നു. അല്ലെലിയ ഇന്ന് എനിക്ക് അനേക കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവം കൃപ നൽകിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ അനേക കുഞ്ഞുങ്ങൾ അമ്മയെന്ന് വിളിക്കുമ്പോൾ അല്ലെ സ്വോത്ര ഞാൻ അല്ലെങ്കിൽ വളരെ സന്തോഷിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അല്ലേലിയ സ്വോത്രം ചെയ്യുന്നു. ഇന്ന് ഞാൻ അല്ലെ സ്വോത്ര അനേക അല്ലെങ്കിൽ മക്കളുടെ അമ്മയാക്കി ദൈവം എന്നെ മാറ്റിയിരിക്കുക. പ്രൈസുള്ള അല്ലേ സ്വോത്രം നിന്ന് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആത്മഭാരം ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. പ്രൈസലോ അല്ലേ സ്വോത്രം ചെയ്യുന്നു. അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നിന്നൊക്കെ ദൈവം എന്നെ തിരഞ്ഞെടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ അല്ലെ സ്വോത്ര അല്ലിയ അഭിഷേകം എന്തെന്നറിയത്തില്ല, എനിക്ക് പരിശുദ്ധാത്മാവ് എന്തെന്ന് എനിക്ക് അറിയത്തില്ല. അതൊക്കെ ഞാൻ എൻ്റെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു വാങ്ങി. ആരും എൻ്റെ തലയെ കൈവച്ച് അല്ലെ സ്വോത്ര എനിക്ക് അല്ലെ സ്വോത്ര തന്നതല്ല, എൻ്റെ കർത്താവിൽ നിന്ന് ഞാൻ പ്രാപിച്ചെടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രൈസലോ ഞാനിങ്ങനെ ഓർക്കുക, ഈ കാലഘട്ടത്തിന്റെ നടുവില് അല്ലെ സ്വോത്ര നമ്മൾ തനിയെ പ്രാപിച്ചെടുക്കുന്നത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ. ഹല്ലേലൂയ സ്വോത്രം ചെയ്യുന്നു. തനിയെ പ്രാപിച്ചെടുക്കുന്നത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ. അല്ലെ സ്വോത്ര ഞാൻ അങ്ങനെ അല്ലെ വിശ്വാസത്തിലും അല്ലെ ശുശ്രൂഷയിലേക്കൊന്നും ഞാൻ അങ്ങനെ പോകത്തില്ലായിരുന്നു. ഞാൻ അല്ലെ ദൈവവേല ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് അന്ന് ഇന്നത്തെ പോലെ ശുശ്രൂഷ അന്ന് എനിക്ക് പ്രാപിച്ചില്ല. അന്നേരം ഞാനിങ്ങനെ ഈ കൂലിപ്പണിക്കൊക്കെ പോകും. അല്ലെങ്കിൽ സ്വോത്ര ഞങ്ങൾ 2 പേരും കൂലിപ്പണിക്ക് പോകും. അല്ലെങ്കിൽ സ്വോത്ര ആഴ്ചയില് 2 ദിവസം അല്ലെങ്കിൽ പണിയെടുക്കും. അല്ലെങ്കിൽ 3 ദിവസം ഞങ്ങൾ കർത്താവിന്റെ വേല ചെയ്യും. അങ്ങനെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ഞാൻ ഒരു ദിവസം പണിക്ക് പോയാലും 4 ദിവസം ഞാൻ രോഗിയായി കിടക്കും. അല്ലെങ്കിൽ സ്വോത്രം പലപ്പോഴും പലരും എന്നെ പരിഹസിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ സ്വോത്രം ജീവനുള്ള ദൈവത്തെ അറിഞ്ഞിട്ടും എന്തുകൊണ്ടാ നിങ്ങൾ കർത്താവിന്റെ വേലക്കൊക്കെ പോയിട്ട് നിങ്ങളുടെ ജീവനകത്ത് അല്ല ഈ രോഗത്തിനൊരു മാറ്റം വരാത്ത എന്നിങ്ങനെ ചോദിക്കുവാനായിട്ട് ഇടയായിട്ടു. അപ്പൊ ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന പണം അല്ലെങ്കിൽ ഹോസ്പിറ്റലിലും അല്ലെങ്കിൽ ഡോക്ടർമാരുടെയും മരുന്നിനൊക്കെ ചെലവിടുന്നു. അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തിനാ പണിക്ക് പോകുന്നത്? കർത്താവ് പണിക്ക് പോകാത്ത രീതിയിൽ പരിശുദ്ധാത്മാവിന് എന്നെ കുറിച്ച് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് എന്നിൽ സാധിപ്പിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ അങ്ങനെ ഒരു 21 ദിവസം ഉപവസിക്കാനായിട്ട് ഞാൻ തീരുമാനമെടുത്തു. അങ്ങനെ തീരുമാനം സാഹചര്യത്തിനകത്ത് 8ാമത്തെ ദിവസം ആരുമില്ല, എൻ്റെ ഹസ്ബൻഡ് കൂടെ ഇല്ല. സ്വോത്ര ഇടയ്ക്കൊക്കെ വന്ന് എൻ്റെ ഹസ്ബൻഡിന്റെ കൂടെ ഇരിക്കും. അല്ലെങ്കിൽ സ്വോത്ര എന്നെ സഹായിക്കും, പ്രാർത്ഥിച്ച് സ്വോത്ര അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. 8ാമത്തെ ദിവസം പരിശുദ്ധാത്മാവിനെ തൊടുവാനായിട്ട് ഇടയായി തീർന്നു. അല്ലെങ്കിൽ സ്വോത്ര ഞാൻ തന്നെ സ്വോത്ര അഭിഷേകത്തിന്റെ ശക്തിയാൽ എന്നിൽ വ്യാപരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എൻ്റെ ഭാഷകൾ മാറാൻ തുടങ്ങി. നാവിന് കട്ടിയാകാൻ തുടങ്ങി. എൻ്റെ നാവ് മറ്റുള്ള ഭാഷയല്ല പറയുന്നത്, അല്ലെങ്കിൽ വേറൊരു തരത്തിൽ എനിക്ക് ഭാഷ മാറുവാനായിട്ട് തുടങ്ങി. അല്ലെങ്കിൽ സ്വോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ സ്വോത്ര ആ സമയത്ത് ഞാൻ തന്നെ എന്നോട് പ്രവചിക്കുക. അല്ലെങ്കിൽ സ്വോത്ര ഞാൻ തന്നെ എന്നോട് പ്രവചിക്കുക. എന്നെ കുറിച്ചുള്ള ആലോചന, എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഞാൻ തന്നെ പ്രവചിക്കുന്ന ഒരു അനുഭവമായി മാറുവാനായിട്ട് ഇടയായത്. അപ്പൊ ഞാൻ വിചാരിച്ചു, ദൈവമേ ഇതെന്താണ് സംഭവം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. പ്രൈസലോ അല്ലെങ്കിൽ പിന്നീടാണ് എനിക്കത് പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് എൻ്റെ ജീവനകത്ത് വന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അങ്ങനെ ഞാൻ അഭിഷേകം പ്രാപിച്ചതാ. പിന്നെ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിൽക്കാൻ കഴിയത്തില്ല. സ്വോത്ര അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ദൈവം എന്നെ കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീർന്നു. പിന്നെ സ്വോത്ര 18ാമത്തെ ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്നും ഞാൻ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുക, ലല്യ സ്വോത്ര അല്ലെങ്കിൽ ഒരു പാത്രം നിന്റെ അടുത്ത് വെച്ചിരിക്കാൻ പറഞ്ഞു. സ്വോത്രം അപ്പൊ ഞാൻ ധരിച്ച് എന്തിനാ പാത്രം വെച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ സ്വോത്ര എന്തായിരിക്കും? അല്ലെങ്കിൽ സ്വോത്ര ഞാനിങ്ങനെ ചിന്തിക്കുവാനായിട്ടിടയായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഒരു പാത്രം ഇങ്ങനെ ഒരു മഗ് അല്ലെങ്കിൽ സ്വോത്ര ഞാനിങ്ങനെ അടുത്ത് വെച്ച് ഇങ്ങനെ ഇരിക്കുക. അല്ലെങ്കിൽ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഒരു വലിയൊരു ദൈവസാന്നിധ്യം ശക്തി എന്നിൽ വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഛർദ്ദിക്കാൻ തുടങ്ങി.
അതുകൊണ്ടാ പരിശുദ്ധാത്മാവ് പാത്രം എടുത്ത് അല്ലെങ്കിൽ വെച്ച് ബക്കറ്റ് എടുത്ത് വെച്ച് അല്ലെങ്കിൽ സ്വത്ര ഇരിക്കാനായിട്ട് പറഞ്ഞത്. സ്വത്ര അല്ലെങ്കിൽ സ്വത്ര ഞാൻ തന്നെ ഛർദ്ദിക്കാൻ തുടങ്ങി. ഛർദ്ദിച്ച് ഞാൻ എൻ്റെ വയറ്റിനകത്തുള്ളതെല്ലാം കെട്ടുകളെല്ലാം പൊട്ടി. ആമേ അല്ലലിയ സ്വത്രം ചെയ്യുന്നു. അന്ന് ഞാന് അല്ലെ സ്വത്ര അല്ലിയ എനിക്ക് എൻ്റെതായ അവസ്ഥകൾക്ക് മാറ്റം വരാൻ തുടങ്ങി. എൻ്റെ ശരീരത്തിനകത്തുള്ള കനം കുറയാൻ തുടങ്ങി. നമുക്ക് പരിശുദ്ധാത്മാവില്ലാതെ ഇരിക്കുമ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മനസ്സിനൊക്കെ ഒരു വെയിറ്റ് തോന്നും അല്ലെ സ്വത്ര. എനിക്ക് തോന്നിയിട്ടുണ്ട് സ്വത്ര. പരിശുദ്ധാത്മാവിന്റെ നിയോഗം ഇല്ലാതെ നമ്മൾ ഏത് കാര്യങ്ങൾ സംസാരിച്ചാലും ഇടപെട്ടാലും നമ്മുടെ ശരീരത്തിനകത്തൊരു വെയിറ്റ് നമുക്കുണ്ടാകും. പ്രൈസല്ലോ സ്വത്ര. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് വെയിറ്റ് ഇല്ല. പിന്നെ നമ്മളല്ല സംസാരിക്കുന്നത്, പരിശുദ്ധാത്മാവോടെ സംസാരിക്കുന്നത് അല്ലെ സോദര. അങ്ങനെ ദൈവവനെ ഉപയോഗിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. പ്രൈസല്ലോ അല്ലെ സോദരൻ ചെന്നു. അങ്ങനെ എനിക്ക് ചില ഭൂതശാന്തിയുടെ ശുശ്രൂഷ, രോഗശാന്തിയുടെ ശുശ്രൂഷ, പ്രവചനത്തിന്റെ ശുശ്രൂഷകളെല്ലാം ദൈവം എനിക്ക് തരുവാനായിട്ട് ഇടയായി തീർന്നു. പ്രൈസല്ലോ അല്ലെ സോദരൻ ചെന്നു. പിന്നീട് അല്ലെ സോദര, പിന്നീടുള്ള കാര്യം ഞാൻ പറയട്ടെ അല്ലെ സോദര. പിന്നെ വിശ്വാസ ഗോളങ്ങളിൽ ഉറച്ചു നിന്നു, സുവിശേഷ വേലയിലകത്ത് ഉറച്ചു നിന്നു. പിന്നെ മറ്റുള്ളവരുടേതായ പ്രവൃത്തികളും ശുശ്രൂഷകളെല്ലാം കാണുമ്പോൾ ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത് എന്ന് പോലും ചിന്തിച്ച സാഹചര്യം എന്റെ ജീവനകത്ത് കടന്നുപോയി. പ്രൈസല്ലോ സോത്ര. ഇപ്പോഴും നമ്മളെ ഓർക്കുമ്പോൾ അങ്ങനെയാണല്ലോ അല്ലെ സോത്ര. പല സ്ഥലങ്ങളിലും ലിയ സോത്ര. അങ്ങനെ അത് കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ട, ഇതൊന്നും നമുക്ക് യോജിച്ചതല്ല എന്നൊക്കെ എനിക്ക് ചിന്തിക്കാനായിട്ട് സംശയിക്കാൻ ഞാൻ തുടങ്ങി അല്ലെ സോത്ര. അത് മുഖാന്തരം എന്ത് ചെയ്യാൻ പറ്റി, എന്റെ ശരീരത്തിന് പിന്നെയും വെയിറ്റ് തുടങ്ങി അല്ലെ സോത്ര. അപ്പൊ എന്നിൽ നിന്നുള്ളത് നഷ്ടപ്പെടുമ്പോൾ എന്ത് ചെയ്യും, എന്നിൽ വെയിറ്റ് വരും. പ്രൈസലോ. കർത്താവ് എനിക്ക് തന്നതല്ലേ അല്ലെ, തന്നിരിക്കുന്ന ഗിഫ്റ്റ് അല്ലേ പ്രൈസലോ, അതിനെ ഞാൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ പിന്നെയും ദൈവത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി അല്ലെ സോത്ര. പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് വീണ്ടും എനിക്ക് ആ കൃപയും കൃപാവരങ്ങളും തിരിച്ചു തരുവാനായിട്ട് ഇടയായി തീർന്നു. പ്രൈസലോ അല്ലെ സോത്ര. എന്ന് പറയട്ടെ അല്ലെ സോത്ര. മലയിൽ ഇരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടുള്ളതല്ല, അത് തണ്ടിന്മേൽ വെച്ചിരിക്കുന്ന വിളക്ക് പോലെ അല്ലെ സോത്ര അനേകർക്ക് വേണ്ടി ശോഭിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് ഈ വയനാട്ടിൽ തന്നെ ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലെ സോദര. എനിക്കൊരു അല്ലെ സോദര, ആര് അംഗീകരിച്ചില്ലെങ്കിലും, ആര് നമ്മളെ മൈൻഡ് ചെയ്തില്ലെങ്കിലും തമ്പുരാൻ നമ്മളെ മൈൻഡ് ചെയ്താൽ മതി. പ്രൈസല്ലോ അല്ലെ സോദരം ചെയ്യുന്നു. ഒത്തിരി പണമോ ഒത്തിരി പ്രസിദ്ധിയോ ഒത്തിരി സോദര സാഹചര്യങ്ങളോ നല്ലൊരു ഭവനമോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെ സോദരം. നമ്മുടെ നിത്യത മാത്രമാണ് ആഗ്രഹിക്കുന്നത്. പ്രൈസല്ലോ അല്ലെ സോദരം ചെയ്യുന്നു. ആ നിത്യതയെ കുറിച്ച് അറിഞ്ഞപ്പോഴാണ്, ആ നിത്യതയെ കുറിച്ചുള്ള വഴി അല്ലെ സോദരം കണ്ടപ്പോഴാണ് അല്ലെ സോദര ആ നിത്യത അനേകർക്ക് നഷ്ടപ്പെട്ടു പോകും. അതിനുള്ള വേദന നമ്മുടെ ജീവനകത്ത് ഉണ്ടാകുന്നത് അല്ലെ സോദരം ചെയ്യുന്നു. അല്ലെ സോദരൻ, നിങ്ങൾ പ്രിയ കർത്തൃദാസനും ദാസി ഇങ്ങനെ ഒരു സോദര ജനങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു പ്രോത്സാഹനം നിങ്ങൾ കൊടുക്കുന്നത് അത് എത്രയോ വലിയ അനുഗ്രഹമായി മാറിക്കൊണ്ടിരിക്കുക സോത്ര. സോദര, ഞാൻ പറയട്ടെ പ്രൈസലോ സോദര. ഈ രൂത്ത് സോദര, രൂത്തും നവമിയും സോദര, അതിൻ്റെതായതെല്ലാം ചരിത്രങ്ങൾ നിങ്ങൾക്കറിയാലോ പ്രൈസലോ സോത്ര. അവര് അമ്മയും മകളും തിരിച്ചു വന്നപ്പോഴേ ബോബസിന്റെ വയലിലേക്ക് സോത്ര രൂത്ത് കതിർപ്പെറുക്കാനായിട്ട് പോവുക സോത്ര. ഞാനിങ്ങനെ ആ ഭാവനയിലൂടെ ഞാൻ ഇങ്ങനെ കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. പ്രൈസലോ. ഈ ജോലിക്കാരെല്ലാം ചവിട്ടി കളഞ്ഞിരിക്കുന്ന കതിരായിരിക്കും അല്ലെ സോത്ര. കാണാതെ പോയിരിക്കുന്ന കതിരായിരിക്കും പ്രൈസലോ. പക്ഷേ രൂത്ത് അതിനെ കളയാതെ എന്ത് ചെയ്തു, അതിനെ പെറുക്കി കൊണ്ടുവന്ന് കർത്താവിന് കളപ്പുരയിലേക്ക് നിറയ്ക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രൈസലോ സോത്രം ചെയ്യുന്നു. അവള് സോത്ര കൂലിക്കാര് ജോലിക്കാര് സോദരൻ ചവിട്ടി കളഞ്ഞിരിക്കുന്ന കതിരുകൾ ഈ മിനിസ്ട്രി അനേക പ്രിയപ്പെട്ടവർക്ക് ഒരുക്കി കൊടുക്കുന്നതിന് നിങ്ങളെ കുറിച്ചുള്ള ഒരു ആലോചനയാ, നിങ്ങളെ കുറിച്ചുള്ള ഒരു ദൈവത്തിന്റെ പദ്ധതിയാ. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. എന്നെ ദൈവം ഇന്ന് പ്രഭാതത്തിൽ കാണിച്ചതാ സ്തോത്ര. അനേകർ ചിന്തിക്കുക, ഓ അതൊന്നും സാരമില്ല, അതൊക്കെ അവിടെ കിടക്കട്ടെ, അതെന്തൊരു സാക്ഷ്യമാണ്, അതെന്തൊരു അനുഭവമാണ് എന്നെല്ലാം മറ്റുള്ളവർ കളയുമ്പോൾ സ്തോത്ര അതിനെ വേണം സോദര. നിങ്ങൾ അതിനെ ഒന്ന് പൊക്കി അതിനെ ഒന്ന് വലുതാക്കി പിന്നെയും മറ്റുള്ള സഭകളിലേക്ക് വിട്ട് ദൈവത്തിന്റെ വേല ശുഷ്കാന്തിയോടെ ഉറപ്പോടെ ധൈര്യത്തോടെ ചങ്കൂറ്റത്തോടെ
ചെയ്യണം, കർത്താവിന്റെ വേല നഷ്ടപ്പെടുത്തരുത്, അത് ദൈവത്തിന്റെ വിളി നഷ്ടപ്പെടുത്തരുത് എന്നുള്ളൊരു നിയോഗം നിങ്ങളിൽ ഉള്ളത് കൊണ്ടാ ഇങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെ വിളിച്ച് നിങ്ങൾക്ക് സ്വത്ര സാക്ഷ്യം അത് അല്ലെങ്കിൽ പറയുവാനായിട്ട് നിങ്ങൾ അനുവാദം കൊടുക്കുന്നത്. പ്രൈസലോ, സ്വത്രം ചെയ്യുന്നു. ഞാൻ ഇന്ന് സ്വത്ര ഞാൻ ഇങ്ങനെ ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രൈസലോ, സ്വത്ര ഈ ആന്റിക്കും പാസ്റ്റർക്കും സ്വത്ര വേറെ പണിയൊന്നില്ല, എന്നോ കഴിഞ്ഞു പോയ സാക്ഷ്യങ്ങളാ, എന്നോ നഷ്ടപ്പെട്ടു പോയ സാക്ഷ്യങ്ങളാ. ഇന്ന് അതിനെ ഒന്നോടെ പുതുക്കി കൊണ്ടുവരുവാൻ സ്വത്ര ഇവർക്ക് വേറെ പണിയൊന്നുമില്ല എന്നുള്ള എല്ലാ ചിന്തകളൊക്കെ ജീവനകത്ത് കടന്നു പോകാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് സാക്ഷി പറയാനൊന്നും നമുക്ക് അനുവാദമില്ല, സാക്ഷി പറയാൻ സമയമില്ല. സ്വത്ര സാക്ഷ്യമില്ല. ഇന്നത്തെ കാലഘട്ടങ്ങൾ നമ്മുടെ സാക്ഷ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട കാര്യങ്ങളാ, സാക്ഷ്യങ്ങളാ. സ്വത്രം ചെയ്യുന്നു. എന്നാൽ ഒത്തിരി അനുഭവത്തിലൂടെ പരിശുദ്ധാത്മാവിനെ നടത്തുവാനായിട്ട് ഇടയായി തീർന്നു. പ്രൈസലോ, ആരുടെ മുൻപിലും വീണു പോകാതെ, ആരുടെ മുൻപിലും നഷ്ടപ്പെട്ടു പോകാതെ, ആരുടെ മുൻപിലും സ്വത്രം ആരെല്ലാം ചവിട്ടി തേച്ചാലും സ്വത്രം എന്നെ വിളിച്ചവൻ ഒരാളുണ്ട്. സ്വത്രം മനുഷ്യന്റെ പുറകെ പോയാൽ, മനുഷ്യനെ നോക്കി പോയാൽ യാത്ര ചെയ്യാൻ കഴിയത്തില്ല. വിശ്വാസ ജീവിതത്തിൽ യാത്ര ചെയ്യണമെങ്കിൽ വിളിച്ചവന്റെ വിളിയും തെരഞ്ഞെടുപ്പും മാത്രം നോക്കി യാത്ര ചെയ്യണം. പ്രൈസലോ, സ്വത്രം ചെയ്ത് ഞാൻ സ്വത്രം എനിക്ക് ഒത്തിരി സ്ഥലങ്ങള് നാട്ടിലൊക്കെ ഞാൻ ശുശ്രൂഷയ്ക്കായിട്ടൊക്കെ കടന്നു പോയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഞാൻ കടന്നു പോയിട്ടുണ്ട്. അവിടെയൊക്കെ ദൈവവചനം പറയുവാനും സഭകളിലൊക്കെ ശുശ്രൂഷിക്കുവാനായിട്ട് കർത്താവ് സാവകാശങ്ങളും സന്ദർഭങ്ങളും ഒക്കെ ദൈവം എനിക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. സ്വത്ര ഞങ്ങളുടെ സമുദായത്തിൽ നിന്ന് തന്നെ സ്വത്ര വലിയൊരു ആന്റി രാവിലെ പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് വലിയൊരു സന്തോഷം ഉണ്ടാകുവാനായിരുന്നു. ഞങ്ങളുടെ സമുദായത്തിൽ നിന്ന് തന്നെ ആദിവാസി സമുദായം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സമുദായത്തിൽ നിന്ന് തന്നെ എന്നെ വിളിച്ച് വേർതിരിച്ച് സ്വത്രം ദൈവം എന്നെ ക്രിസ്തുവിന്റെ പത്രമാക്കി മാറ്റിയിരിക്കുക. സ്വത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് സ്വത്ര ക്രിസ്തുവിന്റെ പത്രങ്ങളാകുന്നു. പത്രത്തിനകത്ത് നല്ല വാർത്ത വേണം. സ്വത്ര ഇന്നത്തെ പത്രത്തിനകത്ത് അങ്ങനെയുള്ള വാർത്തകളൊന്നും ഇല്ല. പ്രൈസലോ, സ്വത്ര ഇന്ന് സ്വത്ര ഇന്നത്തെ വാർത്ത സ്വത്ര നമ്മൾ ക്രിസ്തുവിന്റെ പത്രങ്ങളായി മാറണം. പ്രൈസലോ, സ്വത്ര നമ്മളിൽ നല്ല വാർത്ത ഉണ്ടാകണം. നമ്മളിലുള്ള വാർത്ത മറ്റുള്ളവർ അത് വായിച്ചറിയണം. സ്വത്ര മറ്റുള്ളവരിൽ അതൊരു രൂപാന്തരം ഉണ്ടാകണം. പ്രൈസലോ, സ്വത്രം ചെയ്യുന്നു. സ്വത്ര അതാണ് നമ്മുടെ സാക്ഷ്യം. സ്വത്ര ഇന്ന് നമ്മുടെ ഇടയിൽ സാക്ഷ്യങ്ങളൊന്നും ഇല്ല, അതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വത്ര തമ്പുരാ നമുക്ക് വേണ്ടി ഈ സാവകാശങ്ങളെ ഒരുക്കി തന്നു. സ്വത്ര എന്നെ സന്തോഷിപ്പിച്ചിരിക്കുന്ന ഒരു വാക്യം പലപ്പോഴും ഞാൻ വായിച്ച് ബലപ്പെടാറുണ്ട്. സ്വത്ര റോമാലേഖനം 11-ാം അധ്യായത്തിന്റെ സ്വത്ര അതിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. സ്വത്ര കാട്ടൊലിവായ നിന്നെ സ്വത്ര കാട്ടൊലിവായ നിന്നെ എന്ത് ചെയ്തു? സ്വത്ര അതിൽ നിന്ന് സ്വത്ര ഒന്നിനെ തിരഞ്ഞെടുത്ത് സ്വത്ര കാട്ടൊലിവായ നിന്നെ അവിടുന്ന് കർത്താവ് എന്ത് ചെയ്യും? ഒടിച്ചെടുത്തു. സ്വത്ര അതിന്റെ സ്വത്ര അങ്ങനെ 11-ാം അധ്യായത്തിന്റെ 18-ാം വാക്യമാണ് ഞാൻ എന്നെ വളരെ ചിന്തിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രൈസലോ, സ്വത്രം ചെയ്യുന്നു. നീ വേരിനെ അല്ല, വേര് നിന്നെ അത്ര ചുമക്കുന്നത് ഓർക്കുക. എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു സ്വത്രം എന്ന് നീ പറയുന്നു. സ്വത്ര കൊമ്പുകളിൽ നിന്ന് ചിലതിനെ ഒടിച്ചു കളഞ്ഞ് സ്വത്ര ചിലതിനെ ഒടിച്ചു കളഞ്ഞ് എന്ത് ചെയ്തു? കർത്താവ് അതിൽ നിന്ന് എന്നെ എടുക്കുവാനായിട്ടിടയായി തീർന്നു. പ്രൈസലോ, സ്വത്രം ചെയ്യുന്നു. കൊമ്പായിരുന്ന എൻ്റെ അഹങ്കാരത്തെ കാട്ടിലെ വനത്തിനകത്തുള്ള മരങ്ങളെ ഒന്ന് ഓർത്തു നോക്കിക്കേ. സ്വത്ര ഒരു മരം മുമ്പോട്ട് കയറി ചെല്ലും. സ്വത്ര ഞാനാണ് കാട്ടിലെ വലിയ മരം എന്ന് പറഞ്ഞ് സ്വത്ര എന്നാൽ അങ്ങനെയുള്ള ഒരു സ്വഭാവത്തിനകത്ത് നിന്ന് എൻ്റെ കർത്താവ് അതിനെ എല്ലാം മാറ്റി വെച്ച് എന്ത് ചെയ്തു? എന്നെ അതിൻ്റെ ഇടയിൽ നിന്ന് ഒന്നിനെ ഒടിച്ചെടുക്കുവാനായിട്ടിടയായിരുന്നു. എൻ്റെതായ നിഗളഭാവങ്ങളെ, എൻ്റെതായിരിക്കുന്ന സ്വത്ര ആർക്കും അനുസരിക്കാൻ കഴിയാത്ത, ആർക്കും കീഴ്പ്പെടാൻ കഴിയാത്ത ആ സ്വഭാവത്തിനകത്ത് നിന്ന് എൻ്റെ ദൈവം എന്ത് ചെയ്തു? എന്നെ ഒടിച്ചു കൊണ്ടുവന്ന് സ്വത്ര ഫലവൃതമായ വേരിന്റെ പങ്കാളിയാക്കി ദൈവം എന്നെ തീർത്തു. സ്വത്രം ചെയ്യുന്നു. സ്വത്ര ഒട്ടിച്ചു ചേർത്തെന്ന് പറയുവാനായിട്ടിടയായി. ഇവിടെ ദൈവത്തിന് അങ്ങനെ പറയുന്നുണ്ട്. പ്രൈസലോ, സ്വത്ര
അല്ലെ സ്വത്ര സ്വഭാവത്താൽ അല്ലെ സ്വത്ര കാട്ടൊലിവായിരുന്ന എന്നെ അതിൽ നിന്ന് ദൈവം എന്ത് ചെയ്തു? അല്ലെ മുറിച്ചു കൊണ്ടുവന്ന് ഒട്ടിച്ച് എന്തിനോട്? ഒലിവ് മരമായിരിക്കുന്ന വേരിന്റെ പങ്കാളിയാക്കി ദൈവം എന്നെ തീർത്തു. അല്ലെ സ്വത്ര എനിക്ക് വളരെ എന്നെ തന്നെ ഒന്ന് ഒരുക്കാൻ അല്ലെ സ്വത്ര ഞാൻ ആരാണ്, ഞാൻ ആരായിരുന്നവളാണ് കാട്ടിക്കിടന്ന എന്നെ. നോക്കിക്കേ, ദാവീദ് കാട്ടിനകത്ത് ആടുകളെ മേച്ചുകൊണ്ടിരുന്ന ആട്ടിടയനായിരുന്നു ദാവീദ്. സ്വത്ര അവനെ കർത്താവ് സ്വത്ര അഭിഷേകം ചെയ്തു. സ്വത്ര ശമൂവേലിനെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു? തൈലക്കൊമ്പ് നിറച്ച് സ്വത്ര നീ ദാവീദിനെ അഭിഷേകം സ്വത്ര ആ വീട്ടിലെ ഇസായിയുടെ മക്കളിലെ മൂത്തവരെ എല്ലാം കാണിച്ചിട്ടും ഇവനല്ല എന്ന് പറഞ്ഞു. ഞാൻ എന്റെ അനുഭവം പറയാ. എന്റെ അനുഭവം 5 പേരില് 5ാമത്തെ ആളാ ഞാന്. എന്നെയാ അഭിഷേകം ചെയ്തത്. പ്രൈസലോ സ്വത്ര. ആ കുഞ്ഞുങ്ങളെല്ലാം എടുത്തെടുത്ത് അവിടെ ആ വീട്ടിലുള്ളവർ കാണിച്ചിട്ടു അതിനൊന്നും കർത്താവ് കണ്ടില്ല. പ്രൈസലോ സ്വത്രം ചെയ്തോ. എന്നാ ദാവീദിനെ കണ്ടു. സ്വത്ര കാട്ടിക്കിടന്ന എന്നെ, ആർക്കും വേണ്ടാത്ത എന്നെ സ്വത്ര കാട്ടിക്കിടന്ന ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്തു കഴിഞ്ഞപ്പോൾ സ്വത്ര അഭിഷേകം സ്വത്ര അനേകർക്ക് പ്രയോജനമുള്ളതായി മാറുവാനായിട്ട് ഇടയായി തീർന്നു. സ്വത്ര എന്നെയും നിന്നെയും കാട്ടിക്കിടന്ന നമ്മളല്ലേ, ആർക്കും വേണ്ടാത്ത നമ്മളല്ലേ, എവിടെയോ കിടന്ന നമ്മളല്ലേ, നമ്മൾ സ്വത്ര ഏതോ സമുദായത്തിൽ കിടന്ന് നഷ്ടപ്പെടുവാനുള്ളവരായിരുന്നില്ല നമ്മൾ എന്ത് ചെയ്തു? ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ച് തന്റെ അഭിഷേകത്താൽ നിറക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രൈസല്ലോ സ്വത്രം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്തായിരിക്കണം? നമ്മളുടേതായ വിളിയും തെരഞ്ഞെടുപ്പും എന്താണെന്ന് മനസ്സിലാക്കി ഈ ദിവസങ്ങളിൽ പിന്നെയും സ്വത്രം നടത്തുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം നമ്മളെ ഇടയാക്കട്ടെ എന്ന് ഓർപ്പിക്കുന്നു. എനിക്ക് സമയം തന്നിരിക്കുന്ന കർത്താവിന്റെ ദാസനോടും ദാസിയോടും ഈ എന്നെ ക്ഷണിച്ചിരിക്കുന്ന ഈ മിനിസ്ട്രിയോട് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നിങ്ങൾ ഓർക്കുമ്പോഴൊക്കെ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രത്യേകമായുള്ള നന്ദി സ്നേഹവും അറിയിച്ച് ഞാൻ ദൈവത്തിൽ താണിരിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. ആമേൻ ആമേൻ ആമേൻ. താങ്ക് യു സിസ്റ്ററെ. ഇപ്പോഴ് നല്ലതായിട്ട് ബൈബിളൊക്കെ വായിക്കാൻ അറിയാമല്ലോ അല്ലേ? ഇപ്പം വായിക്കാൻ അറിയാം. ഓക്കെ, കർത്താവ് പഠിപ്പിച്ചെടുത്തു. ഓക്കെ. അത് കഴിഞ്ഞ് ഇപ്പോഴ അവിടെ എല്ലാ സ്ഥലങ്ങളിലും ശുശ്രൂഷയ്ക്ക് പോകുന്നുണ്ടല്ലോ ഇല്ലേ? ഓക്കെ. സഭയും അവിടെ ചർച്ച് എന്ന് പറയുന്ന വീട്ടിലാണോ ആരാധന നടത്തുന്നത്? ഒരു വീട്ടിലാണ് ആന്റി, വീട്ടിലാണ്. ഓക്കെ. ഇപ്പം അങ്ങനെ നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് പ്രവർത്തിക്കുക അല്ലേ? ഒറ്റയ്ക്ക് നിന്ന് പ്രവർത്തനമായിരുന്നു. ഇപ്പോൾ ഞങ്ങള് ഒരു സംഘടനയോട് ഞങ്ങൾ ചേർന്ന് നിൽക്കുന്നുണ്ട്. ഓക്കെ. ആ കർത്താവ് ഉപയോഗിക്കട്ടെ അനേകർക്ക് ആ വയനാടിൻ്റെ പ്രദേശത്ത്. ദൈവത്തിൻ്റെ ദാസിയും ദൈവദാസനെയും കർത്താവ് ഉപയോഗിക്കട്ടെ, അനേകർക്ക് വെളിച്ചമാക്കി തീർക്കട്ടെ. അങ്ങനെ ആദിവാസി അങ്ങനെ ഊരുകളിലൊക്കെ കടന്നു പോയി സുവിശേഷം അറിയിക്കുമല്ലോ അല്ലേ? ഓക്കെ. താങ്ക് യു സിസ്റ്ററെ. കർത്താവ് സഹായിക്കട്ടെ, പിന്നെയും കർത്താവ് ഉപയോഗിക്കട്ടെ. സിസ്റ്റർ പറഞ്ഞതുപോലെ ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ കൊടുത്താൽ കർത്താവിനെ ഉപയോഗിപ്പാൻ കഴിയും. എന്തിനേയും കർത്താവിന് എന്തോ ചെയ്യാൻ കഴിയും, ഉപയോഗിപ്പാൻ കഴിയും. പിന്നെയും ദൈവത്തിൻ്റെ ദാസിയെ കർത്താവ് ഉപയോഗിക്കട്ടെ, അനേകർക്ക് ഒരനുഗ്രഹമാക്കി തീർക്കട്ടെ. ആർക്കും വേണ്ടാതെ കിടന്നിടത്ത് നിന്ന് കർത്താവ് തിരഞ്ഞെടുത്ത് അനേകർക്ക് ഉപകാരപ്രദമാക്കി ഒരു അനുഗ്രഹിക്കപ്പെട്ട പാത്രമാക്കി പിന്നെയും മുന്നോട്ട് നടത്തട്ടെ. ഞങ്ങളോടൊപ്പമായിരുന്നതിൽ ഒത്തിരി താങ്ക്സ് ഉണ്ട്. കർത്താവ് സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഈ സമയം വരെ ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് സാക്ഷ്യങ്ങളെ പങ്കുവെക്കുവാൻ, ദൈവചനം കേൾക്കുവാനൊക്കെ ദൈവമിടയാക്കിയല്ലോ. ഇതിന് നേതൃത്വം നൽകുന്നതായ കർത്തൃദാസനെ, ദാസിയെ, അവരുടെ മിനിസ്ട്രിയെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം ഈ ദിവസങ്ങളിലെ വലിയൊരു നിലവാരത്തിലോട്ട് അങ്ങയുടെ മക്കളെ ദൈവം എഴുന്നേൽപ്പിക്കുമാറാകണം. അനേകർക്ക് ഒരു കൈത്താങ്ങലായി അനേകരെ ചേർത്ത് പിടിച്ച് അവരെ ശുശ്രൂഷയിലേക്ക് വഴി നടത്തുവാൻ അങ്ങയുടെ മക്കളെ ദൈവം ഉപയോഗിക്കുമാറാകണമെന്ന് ഞങ്ങൾ അവിടുത്തെ
അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു നാഥ, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദൈവം അത്ഭുതകരമായി നടത്തണമേ. അല്ലെങ്കിൽ ഇന്നേ വരെ അനുഭവിക്കാത്ത, ഇന്നേ വരെ പ്രാപിക്കാത്തത് ഈ ദിവസങ്ങളിൽ നിന്റെ മക്കളുടെ മിനിസ്ട്രിക്കകത്ത് പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്യുമാറാകണമെന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ ക്ഷേമമായി ഐശ്വര്യമായി ദൈവം നടത്തണം. സാമ്പത്തിക വഴികളും നന്മകളും അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഒരുങ്ങണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് ഇതൊരു തണലായി മാറട്ടെ, ഇതൊരു ആശ്വാസമായി മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഇവിടെ കടന്നു വന്ന് സാക്ഷീകരിച്ചത് ഞങ്ങളുടെ ജീവനകത്ത് വളരെ അനുഗ്രഹമായി എന്ന് പറയുന്ന രീതിയിലൂടെ പരിശുദ്ധാത്മാവ് ഈ മിനിസ്ട്രിയെ കൊണ്ട് ഉപയോഗിക്കുമാറാകണമെന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു നാഥ, സ്തോത്രം ചെയ്യുന്നു. അപ്പാ, നിന്റെ കര അങ്ങയുടെ ദാസനോടും ദാസിയോടും കുഞ്ഞുങ്ങളോടും മിനിസ്ട്രിയോടും കൂടെ ഇരിക്കണമെന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുകയാണ് നാഥ, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ. പ്രാർത്ഥനകടനായി നന്ദി, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു സിസ്റ്ററെ. കർത്താവ് സഹായിക്കട്ടെ.